എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. തുടർമാനമായി നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അപ്പോസ്തലരുടെ പുസ്തകം എഴുതിയത് ആരാണ്? അതിന് ഓഥറിൻ്റെ പേര് അതിൻ്റെ തലക്കെട്ടിൽ സൂചിപ്പിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചു ഈ പുസ്തകം എഴുതിയത് ആരാണ്? ലൂക്കോസ്. വൈദ്യനായ ഡോക്ടറായ ലൂക്കോസ് ആണ് ഈ പുസ്തകം എഴുതി തുടങ്ങിയത്. അതിന് 2 ഉദാഹരണം പറഞ്ഞാണ് ഞാൻ ഈ പ്രസംഗത്തിലേക്ക് വന്നത്. ഒന്നാമത്തെ ഉദാഹരണം ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ വാക്യമാണ്. തയോഫിലോസിനെ അഡ്രസ്സ് ചെയ്ത് ലൂക്കോസ് ആരംഭിക്കുന്നു. പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിലും തയോഫിലോസിനെ അഡ്രസ്സ് ചെയ്ത് ലൂക്കോസ് ആരംഭിക്കുന്നു. ആ 2 വാക്യങ്ങൾ വളരെ പെട്ടെന്ന് വായിച്ചു തരും മോളെ. ശ്രീമാനായ തയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത്. ഈ ആള് യേശുവിന്റെ ശിഷ്യനല്ല. യേശുവിന്റെ പിന്നെ ആരുടെ ശിഷ്യനാണ്? പൗലോസിന്റെ. എവിടെ വെച്ച് പൗലോസിനെ കിട്ടി? ലൂക്കോസിനെ ത്രോവാസിൽ വെച്ച്. അതുകൂടെ വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ബേസ് നിങ്ങൾക്ക് കിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ വ്യാഴാഴ്ചത്തെ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് കുറച്ച് ആളുകൾ എന്നെ വന്ന് കണ്ട് എന്നോട് പറഞ്ഞ്, പാസ്റ്റർ വായിക്കുന്ന ചരിത്ര പുസ്തകം ഞങ്ങൾക്ക് കൂടെ തരണം. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും കേൾക്കുന്നത് പൗലോസ് ത്രോവാസിൽ വെച്ച് ലൂക്കോസിനെ കിട്ടി എന്നൊക്കെ പറഞ്ഞ്. ആദ്യം ഇത് ശരിക്കും ചരിത്ര പുസ്തകം വായിക്കുന്ന കൂട്ടത്തിൽ ബൈബിളാണ് ഞങ്ങൾ കൂടുതൽ റെഫർ ചെയ്യുന്നത് എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. മോളെ, പ്രവർത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 10-11 വാക്യാണ്. നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. മോളെ വായിച്ചു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ മക്കദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമുദ്രക്കയിലേക്കും പിറ്റന്നാൾ നവപുലിക്കും അവിടുന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഈ ത്രോവാസിൽ വെച്ചാണ് പൗലോസിന്റെ കൂടെ ലൂക്കോസ് പൗലോസിനോടൊപ്പം കൂടുന്നത്. വേദപുസ്തകം കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഈ ചരിത്രം വായിച്ചു വരുമ്പോൾ ഇനിയും നിങ്ങൾ തല ഉയർത്തി എന്നെ നോക്കണം. ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് 2 കാര്യങ്ങൾ. ഒരു കാര്യം കേൾക്കണേ. ഈ ചിലർക്ക് പുതിയ നിയമത്തോട് വലിയ ആവേശമാണ്. അച്ഛാ, പഴയ നിയമം ഇല്ലാതെ പുതിയ നിയമം ഉണ്ടോ? രാമയും പറ. ഈ കെട്ടിടത്തിന് ബേസ് ഇല്ലാതെ ഈ ബിൽഡിംഗ് ഇല്ല. ഇതിന് ബേസ് ഉണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ സരപ്തിലെ വിധവയെ ഉപമിച്ച് ഏലിയാവിനെ ഉപമിച്ച് കാര്യങ്ങൾ പറഞ്ഞു. യേശുവിനേക്കാൾ വലിയൊരു പാസ്റ്റർ ഇവിടെ ഇല്ല. കൈ ഉയർത്തി ആമീൻ പറ. ചേച്ചിക്ക് കാര്യം അറിയത്തില്ല. ഈ ചേട്ടനൊക്കെ പറയുന്നത് കേട്ട് പറയുക, അങ്ങനല്ല. ഇതിന് പഴയ നിയമ ബേസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പഴയ നിയമമാണ് നമ്മുടെ ബേസ് അല്ലേ? പഴയ നിയമത്തിൽ നിന്നാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് സ്തേഫാനോസിന്റെ പ്രസംഗം, പത്രോസിന്റെ പ്രസംഗം, പൗലോസിന്റെ പ്രസംഗം, യോഹന്നാൻ പറയുന്നത്, ഇതെല്ലാം ബേസിൽ നിന്ന് കയറി വരുന്നതാണ്. ബേസ് വിട്ടു പോകരുത്. കൈ കൊടുത്ത് പറ, ബേസ് വിട്ടു പോകല്ല. നമ്മുടെ ആധാരം ബൈബിളാണ്. റൈറ്റ്. 2 പേരെ ഒന്ന് പറഞ്ഞിട്ട് ഒരു വാക്യം വായിക്കും, എന്നിട്ട് നമ്മൾ തുടരാൻ തുടങ്ങുകയാണ്. നിങ്ങൾ കേട്ടോളുക. 1 മുതൽ 12 അധ്യായം വരെ ഒരു കേന്ദ്രബിന്ദുവായി ഒരു കഥാപാത്രം അവിടെയുണ്ട്. പേര് പത്രോസ്. പത്രോസാണ് 1 മുതൽ അപ്പോസ്തലപ്രവൃത്തി 1 മുതൽ 12 അധ്യായത്തിലെ സ്റ്റാറായി നിൽക്കുന്ന പത്രോസാണ്. പത്രോസിനെ പ്രസംഗിക്കാൻ എലോഹിമെ വിളിച്ചാൽ പത്രോസ് പ്രസംഗിക്കും. മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടണം. അതെന്നാ പത്രോസെ അങ്ങക്ക് മാനസാന്തരത്തെക്കുറിച്ച് മാത്രം പറയാനുള്ളത്? പത്രോസ് പ്രസംഗിക്കുന്ന ഓഡിയൻസ് യഹൂദന്മാരാണ്. പത്രോസിന്റെ കേൾവിക്കാർ യഹൂദന്മാരാണ്. 13-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ കേന്ദ്രബിന്ദു പൗലോസാണ്. പത്രോസല്ല, പൗലോസാണ്. പൗലോസിനെ എലോഹിമിൽ നിന്ന് പ്രസംഗിക്കാൻ വിളിച്ചാൽ പൗലോസ് പ്രസംഗിക്കുന്ന മാനസാന്തരമല്ല, വിശ്വാസം. ഒരാമീൻ പറ. പൗലോസാണ് എനിക്ക് പകരം ഇവിടെ പ്രസംഗിക്കുന്നെങ്കിൽ താൻ വിളിച്ചു പറയും, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
എനിക്ക് പകരം ഇന്ന് രാവിലെ ഇവിടെ പൗലോസ് പ്രസംഗിക്കാനെത്തിയാൽ അഭിഷക്തൻ വിളിച്ചു പറയും, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴടക്കി, വിശ്വാസത്താൽ അവർ നീതി നടത്തി, വിശ്വാസത്താൽ വാളിന്റെ വായ്ത്തലക്ക് തട്ടി. കരമുയർത്തി ആമേൻ പറഞ്ഞേ. പൗലോസാണ്. ഇനി ഒരു വാക്കൂടെ നിങ്ങൾ കേട്ടോണം. പൗലോസ് ചെന്ന സ്ഥലത്തെല്ലാം മെഗാ സഭകൾ ഉണ്ടായി. അതെന്നാന്നറിയാമോ? പൗലോസിന്റെ പോരാട്ടം മന്ത്രവാദത്തോട്, പൗലോസിന്റെ പോരാട്ടം ആഭിചാരത്തോട്, പൗലോസിന്റെ പോരാട്ടം ഈ പ്രതിസന്ധിയോട്. പൗലോസ് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരത്തോട്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്. കരമടിച്ച ദൈവത്തിന് ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുക, ഈ രാവിലെ നിനക്ക് പോരാട്ടമുള്ളത് ജഡരക്തത്തോടല്ല, വാഴ്ചയോട്, അധികാരത്തോട്, ഈ ലോകത്തിന്റെ അധിപതിയോട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോട്. കൈ ഉയർത്തി പിടിച്ചൊരു ആമേൻ പറയാമോ? നിങ്ങൾ ഇരുന്നേ പ്രിയപ്പെട്ടവരെ, ഞാൻ വെളിപ്പാട് കാണുക. ഇന്നത്തെ ആരാധന ചില മന്ത്രവാദം തോറ്റുപോകാൻ പോകുക. ഇന്നത്തെ ആരാധന ചില ആഭിചാരങ്ങൾ തോറ്റുപോകാൻ പോകുക. ഇന്നത്തെ ആരാധനക്കകത്ത് ചില ദുർശക്തികൾ തോറ്റുപോകാൻ പോകുക. ഇന്നത്തെ ആരാധനക്കകത്ത് ജനം വിടുതൽ പ്രാപിക്കാൻ പോകുക. ഇന്നത്തെ ആരാധനക്കകത്ത് ദൈവപ്രവർത്തികൾ ഉണ്ടാകാൻ പോകുക. നിങ്ങളുടെ കൈയൊന്ന് ഉയർത്തി ഒരു ആമീൻ പറ. നിങ്ങൾ ഇരുന്നേ പ്രിയപ്പെട്ടവരെ, സമയമില്ലാത്തോണ്ട കേട്ടോ. ഇന്ന് എനിക്ക് പകരം ഇവിടെ പ്രസംഗിക്കാൻ മിസ്റ്റർ പൗലോസ് ആണ് നിൽക്കുന്നതെങ്കിൽ പൗലോസ് പറയും, ഞങ്ങൾക്ക് പോരാട്ടമുണ്ട്. എന്നാ ഒന്നുകൂടെ പറഞ്ഞു, ഞങ്ങൾക്ക് പോരാട്ടമുണ്ട്. പോരാട്ടമുള്ളത് അവറാച്ചാനോടും ചാക്കോച്ചാനും ഗോപാലിനോടും ശങ്കരനോടും അമീദിനോടുമല്ല. ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും, അധികാരങ്ങളോടോ, അന്ധകാരത്തിന്റെ ലോകാധിപതികളോടോ, സ്വലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടോ. സ്നേഹിതരെ, കത്രാസമരെ, നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ. ഈ പത്രോസ് ഒരിക്കൽ പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് മാനുഷികമല്ല. ഒരാമീൻ പറ. പൗലോസെ അങ്ങ് എന്തിനായി മൃഗയുദ്ധം ചെയ്ത്? ഞാനൊരു കാര്യം പറയാ, പൗലോസ് യേശുവിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടോ? ഇല്ല. യേശുവിൽ നിന്ന് നേരിട്ട് കേട്ടയാളാണ് പത്രോസ്. പക്ഷെ പത്രോസ് ചെയ്തതിന്റെ 1000 ഇരട്ടി പൗലോസിനെ ഉപയോഗിച്ചു. അതെന്നാന്നറിയോ? മന്ത്രവാദി ശക്തികളെ വെട്ടി അകത്തേക്ക് കയറാൻ, ആഭിചാരത്തെ വെട്ടി അകത്തേക്ക് കയറാൻ, പിശാചിന്റെ കോട്ടകളെ വെട്ടി അകത്തേക്ക് കയറാൻ. ശബ്ദനാഥന ഇന്ന് രാവിലത്തെ ആരാധനയിൽ ചില ശക്തികളെ വെട്ടി അകത്തു കയറാൻ. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ചില കുഞ്ഞുങ്ങൾ ഇന്ന് രാവിലെ വെട്ടി അകത്ത് കയറാൻ പോകുകയാ. ചില മക്കൾ ഇന്ന് രാവിലെ വെട്ടി അകത്ത് കയറാൻ പോകുകയാ. ആര് പറഞ്ഞു നീ തോറ്റുപോയെന്ന്? ആര് പറഞ്ഞു നീ പരാജയപ്പെട്ടെന്ന്? ആര് പറഞ്ഞു നീ അവസാനിച്ചെന്ന്? ഇന്ന് രാവിലെ യേശു പറയുക, ചിലതിനെ വെട്ടി അകത്തേക്ക് കയറാൻ, ചില ശക്തികളെ വെട്ടി അകത്തേക്ക് കയറാൻ, ചില അന്ധകാര മണ്ഡലങ്ങളെ വെട്ടി അകത്തേക്ക് കയറാൻ. ചൂടമനന്തേ അധികാരത്തോടെ യേശുവിന്റെ നാമത്തിൽ അവിടെ മേൽ നിന്ന് ദുരാത്മശക്തികൾ മാറിപ്പോ. അവിടെ ശരീരം വിട്ട ദുരാത്മശക്തി മാറിപ്പോ യേശുവിന്റെ നാമത്തിൽ. അവിടെ ശരീരം വിട്ട് മാറിപ്പോ. അവിടെ യേശുവിന്റെ വകയാ മാറിപ്പോ. എല്ലാവരും പ്രാർത്ഥിച്ച യേശുവെ എന്ന് വിളിച്ച് നിങ്ങൾ ആ കൈയൊന്ന് ഉയർത്തിയോ രാമൻ. അവിടെ ശരീരം വിട്ട് മാറിയേ. അവിടെ അഴിയട്ടാ അഴിയട്ടാ
ഏയ് ഏയ് ആ എന്തിനാ വന്നേ? എന്തിനാ വന്നേ? നിങ്ങൾ കേട്ടോ, അവിടെ അമ്മയെ കൊണ്ടുപോയല്ലോ, കൊണ്ടുപോന്ന. പക്ഷെ ഇന്ന് രാവിലെ തൂത് മന്ത്രവാദ ശക്തിയുടെ അടിസ്ഥാനം ഇളക്കാൻ ഇന്ന് രാവിലെ ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സാന്നിധ്യം ഈ രാവിലെ വ്യാപരിക്കുന്നുണ്ട്. നിങ്ങളെ കൈ ഒന്ന് ഉയർത്തിയ രാമീൻ പറ. വളണ്ടിയേഴ്സ് ആ മോളെ പിടിച്ച് അവിടെ ഇരുത്തിയേ. നിങ്ങളിരുന്നേ. ഞാനിപ്പോ ഈ ഭൂതം ഇളക്കാൻ വന്ന മൊത്തം ഇന്ന് ഇങ്ങനെ ആയിപ്പോവും. നിങ്ങൾ തന്നെ കേട്ടോ, ഒരു 8 വർഷം പുറകിൽ ഞാൻ ആരാധിക്കുന്ന സ്ഥലത്തിനടുത്തുള്ളൊരു മനുഷ്യൻ ഒരു രാത്രി കയറി എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ദയവേത് എനിക്കൊരു ഉപകാരം ചെയ്യണം, നിങ്ങളുടെ സഭയെ ഭൂതം ഇളക്കല്ല. നിങ്ങളുടെ സഭയെ? ഞാൻ പറഞ്ഞു, സാറേ ഇളക്കുന്നല്ല ഇളകുന്ന. കൈ കൊടുത്ത് പറ, ഇളക്കുന്നല്ല ഇളകുന്ന. സത്യമായിട്ട് ഞങ്ങൾ ഇളക്കുന്നല്ല, അല്ല ഇളകുന്നതാ. പിന്നെ അവിടെ ഇളകാത്ത മൊത്തം ഭൂതമാ, ഇളകുകയല്ല. കൈപൊക്കെ രാമയും പറഞ്ഞുതരാ. അത് കംപ്ലീറ്റ് ഭൂതമാണ്. ഈ ഭൂതത്തെ ഇളക്കാൻ പറ്റുകയില്ല, അതുകൊണ്ട് ഇളകാത്ത. അതുകൊണ്ടാ. ഇനിയും ബാക്കിയൂടെ പറ. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്നെ ഈ പ്രശ്നം എന്നാ? പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സഭയെ ഭൂതം ഇളകുന്ന അന്ന് ഞാനും പെണ്ണുങ്ങളോട് ഭയങ്കര അടിയാ. ഞാൻ പറഞ്ഞു, അത് വേണേ ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാം, അത് മാറ്റിത്തരാം. ഒരാമയും പറഞ്ഞുതരാം. അച്ഛാ, ഞങ്ങളുടെ അത് മാറ്റാനുള്ള സാധനമുണ്ട്. ഉണ്ടച്ചാ, ഒരാമയും പറ. അത് മാറ്റാനുള്ള സാധനവും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഉണ്ട്. കൈപൊക്കെ ഒരാമയും പറഞ്ഞു. ഞാൻ പറഞ്ഞു, പൗലോസ് സഭയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ പൗലോസ് ഈ പോരാടുന്ന മൊത്തം പിശാദിനോടാ. പൗലോസ് ഈ പോരാടുന്ന മൊത്തം ആരോടാ? ചിലർക്ക് പിശാദിനോട് പോരാടുന്ന ഭയങ്കര പേടിയാ. കാര്യം അവര് മച്ചാനോ രാമയും പറ. അതുകൊണ്ട് ഈ പുള്ളിയോട് പോരാടാൻ ഭയങ്കര പ്രശ്നമാണ്. ഈ പിശാദിനോട് പോരാടാൻ ചങ്കുറപ്പ് വേണം. ഇന്നലത്തെ എറണാകുളത്തെ ആരാധനയ്ക്ക് സിനിമാ ഫീൽഡിൽ നിന്ന് ഒരാൾ ആരാധനയ്ക്ക് വന്നു. ആദ്യമായിട്ട് വന്ന എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് കിടപ്പുണ്ട്. അവർ എനിക്ക് അയച്ചൊരു മെസ്സേജ് ഇങ്ങനെ, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇത്ര കൃത്യമായിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു യേശു. നിങ്ങൾക്ക് കേൾക്കണോ പ്രിയരെ സംഭവം എന്നാന്ന്? നിങ്ങൾ ഇന്നലത്തെ ഓൺലൈൻ മീറ്റിംഗ് ഒന്ന് കണ്ടോണം. ഞാൻ പ്രവചനം പറയാൻ ഇറങ്ങിച്ചെന്നപ്പോൾ ഒരു വലിയ പൊട്ടുകാരി സുന്ദരിയായൊരു സ്ത്രീ പരിശുദ്ധാത്മാവെന്നോട് പറഞ്ഞു, അവരുടെ വീട്ടിൽ 4 മക്കളിൽ 3 പേർ വിവാഹം കഴിച്ചു. 3 പേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചു. അന്യമതസ്ഥരെ 3 പേരും വിവാഹം കഴിച്ചു. 3 പേരും ഡിവോഴ്സായിട്ട് ആ വീട്ടിലുണ്ട്. 4ാമത്തെ ആള് വിവാഹം കഴിച്ചിട്ടില്ല. കൈയൊന്നുയർത്തി ഒരു ആമീൻ പറ. ഞാൻ പ്രവചനം പറയുന്നത് ഇങ്ങനെയാ, ആള് ജീവിക്കണോ മരിക്കണോ എന്നൊന്നും പ്രതീക്ഷയില്ലാതെ മുന്നോട്ട് വന്നയാളാ. അദ്ദേഹം എനിക്ക് മെസ്സേജിൽ എഴുതി, പാസ്റ്ററെ ഞങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കും. ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യമുള്ളൂ, നീ ഒറ്റ കാര്യം ചെയ്യണം, ദൈവം നിന്നെ അഭിഷേകം ചെയ്യും. അഭിഷേകം ചെയ്യുമ്പോൾ സിനിമാ ഫീൽഡിലുള്ള സകല ആളുകളെ യേശുവിനെ അറിയിക്കണം. അമ്മേ, ഞങ്ങളെ ആഗ്രഹം യേശുവിനെ അറിയിക്കണം, യേശുവിന് വേണ്ടി ജീവിക്കണം. ഒരു കാര്യം കൂടെ, ഈ നമ്മളെ ശരിക്കും ഈ വെള്ളത്തിന്റെ മുകളിൽ കൂടെ ഒഴുകി പോകുന്ന വേഴാമ്പല് പോലെ പോവാ. അങ്ങനെ അല്ല വകുപ്പ്. ബൈബിളിൽ ഒത്തിരി കാര്യമുണ്ട്. നിങ്ങൾക്കറിയാം, ഈ പരുന്തിങ്ങനെ വികായസിലേക്ക് പറന്നു പോകുമ്പോ കഴുകനെ ഒരു ജീവി മാത്രമേ ഉപദ്രവിക്കത്തുള്ളൂ. ആരാ? കാക്ക എന്നായും കഴുകൻ ഇങ്ങനെ ഈ കഴുകന്റെ കാലെ ഞോണ്ടുവന്നല്ല, ദേഹത്ത് ഞോണ്ടുവന്നല്ല, കഴുകന്റെ മുകളിൽ വന്ന് കഴുകന്റെ തലേ കൊത്തും. ആര് കൊത്തും? കാക്ക കൊത്തും. കഴുകൻ എന്നായൊന്നറിയോ? കഴുകൻ പെട്ടെന്ന് താഴോട്ട് പറക്കും. പെട്ടെന്ന്. അപ്പം കാക്ക വിചാരിച്ച കൊത്തിയോണ്ട് പറന്ന അല്ല, മേപ്പോട്ട് പോവാനാ. രാമയും പറ. എന്നിട്ടൊരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് പതുക്കെ ആളിങ്ങനെ തിരിച്ചൊന്നും പറ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഉയരും. ഒരു സമയം കഴിഞ്ഞിട്ട് കാക്കയ്ക്ക് വരാൻ പറ്റത്തില്ല, ശ്വാസം കിട്ടുകയില്ല. കൈയൊന്നും ഉയർത്തിയ രാമയും പറഞ്ഞേ, കാക്കയ്ക്ക് ശ്വാസം കിട്ടുകയില്ല. കഴുകൻ വല്ലം പറഞ്ഞോ? കൈ കൊടുത്ത് പറ. ഒന്നും പറയണ്ട, കാക്ക പൊക്കോളൂ. ഈ ദിവസങ്ങളിൽ കാക്കകളൊക്കെ പോകുന്നുണ്ട്. കാക്ക പൊക്കോളും, ആരും ഓടിക്കാതെ കാക്ക ഓടിപ്പൊക്കോളും. അപ്പൊ കഴുകൻ ഇങ്ങനെ പതുക്കെ പറക്കും. ഒരു സമയം കഴിയുമ്പോൾ ഇവരുടെ തമ്മിലുള്ള ശരീരത്തിന്റെ ഘടന അനുസരിച്ച് കഴുകൻ എത്ര ഉയർത്തി പറക്കാം, പക്ഷെ ഒരു എക്സ്റ്റെന്റ് വിട്ട് കാക്കയ്ക്ക് പറക്കാൻ പറ്റില്ല. കാക്ക ഇങ്ങനെ കൊത്താൻ മേളിൽ കയറി ചെല്ലുമ്പോൾ കാക്കയ്ക്ക് ശ്വാസം കിട്ടത്തില്ല.
കാക്കയ്ക്ക് ശ്വാസം മുട്ടലുണ്ടാവും. കാക്കയ്ക്ക് ഈ ശ്വാസം മുട്ടൽ വലിക്കുന്ന കണ്ടിട്ടില്ലേ? കമ്പി പിടിച്ച് വലിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ കാക്കയ്ക്ക് എന്നാ വരും? ശ്വാസം മുട്ടൽ. കാക്ക അന്നേരം ചെയ്യുന്ന ഒരു കാര്യം, ടീന്ന് താഴോട്ട് വരും. രാമ്യം വരാ, കൈ കൊടുത്തോടെ താഴോട്ട് പൊക്കോളും, തിരിച്ചോണ്ട് താഴോട്ട്. നീ കാക്കയെ ചീത്ത വിളിക്കാൻ നിൽക്കണ്ട, കാക്കയുടെ കാര്യം നോക്കണ്ട, കാക്ക പൊക്കോളും. അങ്ങനെ കാക്കകൾ പോകുന്നുണ്ട്, കൈ പൊക്കിയ രാമ്യം പറഞ്ഞേരെ. കഴുകൻ ഇപ്പോഴും പറക്കുന്നുണ്ട്, കാക്ക കാക്ക താഴോട്ട് പോകുന്നുണ്ട്, കൈ ഉയർത്തി ഒരാമയും പറഞ്ഞ്. ഇതൊരു തൂത് ഞാൻ പറഞ്ഞ. ഇനി ഒരു വാക്കൂടെ നിങ്ങൾ കേട്ടോണം. ഈ മോളെ പൗലോസ് പറയുന്നുണ്ട്, പട്ടിണി, കഷ്ടത, പൈതാഹം, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്. വായിച്ചു. 3 വട്ടം കോലിനാൽ അടികൊണ്ടു. 3 വട്ടം കോലിനാൽ അടികൊണ്ടു. ഒരിക്കൽ കല്ലേറുകൊണ്ടു. 3 വട്ടം കപ്പൽ ഛേദമുണ്ടായി. ഒരു രാപ്പകൽ നിങ്ങൾക്കറിയാമോ? ഒരു രാപ്പകൽ വെള്ളത്തിൽ കിടന്ന് എവിടാന്നറിയോ? 27-ാം അധ്യായത്തിൽ ഒരു രാപ്പകൽ വെള്ളത്തിൽ കയറിയത്. ഒരു ദൂതും കൂടെ ഞാൻ പറയാ, അഭിഷേകമുള്ളവൻ എവിടെ കിടന്നാലും നീന്തി അക്കരെ കയറും. ഇന്ന് രാവിലെ ഒരു വാക്കൂടെ പറയട്ടെ. ഇന്നലെ ഞങ്ങൾ പോയ കൂട്ടത്തിൽ ആദ്യം പോയത് ഒരു സർജന്റെ വീട്ടിലാണ് പോയത്. എറണാകുളത്തെ അറിയപ്പെടുന്ന ഒരു സർജന്റെ വീട്ടിൽ. സർജൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ട്. സർജന് ക്യാൻസറിന്റെ ലാസ്റ്റ് സ്റ്റേജിലാ. അന്ന് ഞാൻ അന്നത്തെ മീറ്റിങ്ങിൽ കാണുമ്പോൾ സർജന് തീരെ വയ്യ. പക്ഷെ ഇന്നലെ ഞാൻ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ പറയുകയും ചെയ്തു, ഡോക്ടറെ ഭയങ്കര സന്തോഷം മുഖത്തുണ്ട്. അന്നേരം എന്നോട് പുള്ളി പറഞ്ഞു, പാസ്റ്റർ ഈ സന്തോഷം എന്നാന്നറിയോ? അന്ന് പ്രാർത്ഥനയ്ക്ക് വന്നപ്പം എൻ്റെ അകത്തൊരു പ്രതീക്ഷ കിട്ടി. പണ്ടത്തേനേക്കാളും ഇപ്പോഴത്തെ സ്റ്റേജ് വല്ലാത്ത സ്റ്റേജാ. കഴുത്തിന് ചുറ്റും ക്യാൻസർ സ്പ്രെഡ് ചെയ്തു. ഇദ്ദേഹം ഡോക്ടറല്ലേ, പുള്ളിക്കറിയാം. ശരിക്കും ഇതുവരെ സർവൈവ് ചെയ്ത് തന്നെ കർത്താവിന്റെ കരുതലാ. ഞങ്ങൾ കുറെ സമയങ്ങൾ സ്പെൻഡ് ചെയ്തു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അനുജനും നിങ്ങളും കൂടെ ഒരു ബിസിനസ് ചെയ്തായിരുന്നല്ലേ? ചെയ്തിട്ടുണ്ട്. അനുജൻ മരിച്ചുപോയി. മരിച്ചുപോയി. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. ഒന്ന് കൈ ഉയർത്തി രാമയും പറ. ഇന്ന് രാവിലെ ഒരു ദൂത് ഞാൻ പറയാം. നിനക്കെതിരെ അണിയറയിൽ ഉണ്ടാക്കുന്ന ചില ആയുധങ്ങൾ ഈ രാവിലത്തെ ആരാധനയും പൊളിച്ചു കളയാൻ പോകുകയാ. ലൈഫിനകത്തൊരു പുതിയ അധ്യായം എഴുതി ചേർക്കാൻ ഇന്ന് രാവിലത്തെ ആരാധനയിൽ ദൈവത്തിന് തോന്നുന്ന പ്രസാദത്തിന്, ദൈവത്തിന് തോന്നുന്ന അത്ഭുതത്തിന്, ദൈവത്തിന് തോന്നുന്ന സാന്നിധ്യത്തിന് ഈ രാവിലെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മോളെ പലവട്ടം 3 പ്രാവശ്യം യഹൂദരാൽ ഞാൻ ഒന്ന് കുറേ 40 അടി 5 വട്ടം കൊണ്ടു. ഓക്കെ, വായിച്ചു. അതിന്റെ തൊട്ട് മേളത്തെ വാക്യം വായിക്കണമായിരുന്നേ. കടലിൽ കിടന്ന് ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്. നിക്ക്. എവിടാ? കള്ളന്മാരെ സഹിക്കാം, സ്വജനത്തെ സഹിക്കാൻ പ്രയാസ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെ പോലെ കരഞ്ഞിട്ടുണ്ട് പൗലോസ്. ഈ ചർച്ച് പ്ലാൻ ചെയ്യുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയാം. നിങ്ങൾക്കറിയാം, ഒരു സ്ഥലത്ത് ചർച്ച് പ്ലാൻ ചെയ്യുന്നത് ആദ്യം ചെയ്യുന്നത് അവിടുത്തെ അന്ധകാര ശക്തിക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടാണ്. ചുമ്മാ മാവേലിക്ക് ചുമ്മാ സഭ വളരത്തില്ല. നമ്മളെക്കാൾ പണമുള്ളവര് നിക്ക് ഒറ്റ മിനിറ്റ്. ഈ പോകുന്ന വഴിക്ക് ഒരു 4000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പള്ളിയുണ്ട്, പെന്തിക്കോസ് പള്ളി. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയേ. ഞാൻ കണ്ടിട്ട് അമ്പരന്ന് പോയി. ഒരേക്കർ സ്ഥലത്ത് വിശാലമായിട്ട് അമേരിക്കയിൽ ഒരു പാസ്റ്റർ 30 വർഷം മുമ്പ് പണിതിട്ട പള്ളിയാ. ഇപ്പൊ എത്ര പേരുണ്ടെന്നറിയോ? 3 പേരും പാസ്റ്ററും ഉണ്ട്. അപ്പൊ ഹോളല്ല പ്രശ്നം, കാശല്ല പ്രശ്നം, അഭിഷേകമാ പ്രശ്നം. കൈ ഉയർത്തി ഒരു ആമീൻ പറ. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട. അപ്പൊ ആള് കയറണമെങ്കിൽ അഭിഷേകം വരണം. പുറത്ത് കള്ളന്മാർ, അകത്ത് സ്വജനത്താലുള്ള ആപത്ത്. നിങ്ങൾ കേട്ടോ? പുറത്ത് കള്ളന്മാര്, അകത്ത് ആദ്യമായിട്ടൊന്നാണോ? ഞാൻ വരുവാ കേട്ടോ. നിങ്ങൾ കർത്താവിന്റെ അഭിഷക്തനാകേണ്ട ആളാ. നിങ്ങൾ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കത്തക്ക പോലെ ഇന്ന് രാവിലെ നിങ്ങളുടെ ലൈഫിനെ ദൈവം അടിമുടി മറിച്ചു കളയാൻ പോവാ. കരമൊന്നുയർത്തി ദൈവത്തിന് ഒരു ആമീൻ പറഞ്ഞ്. ചേട്ടാ
ചേട്ടൻ്റെ പേരെന്തുവാ? ഇരുന്നാ മതി. ലിച്ചു ആദ്യമായിട്ട് ഇവിടെ ഇരുന്നാ വന്നാ? കൈപൊക്കെ രാമയും പറഞ്ഞു. ദാണ്ട് ഞാൻ അല്ലെങ്കിൽ ഇനി പ്രസംഗിക്കാൻ എനിക്ക് പറ്റുകയില്ല കുറച്ചു നേരം. അല്ലെങ്കിൽ കരയിലെ കള്ളന്മാരുടെ ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്. അടുത്ത വാക്ക് ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്. ഒരു മിനിറ്റ്. പൗലോസ് ആടിലും മോട്ടിച്ചിട്ടുണ്ടോ? പിടിച്ചു പറിച്ചിട്ടുണ്ടോ? എന്തിനാ കള്ളന്മാര് പുറകെ കൂടിയേ? അഭിഷേകമുള്ളോണ്ട്, ദൈവശക്തിയുള്ളോണ്ട്, ദൈവസാന്നിധ്യമുള്ളോണ്ട്. ഈ പൗലോസിനോട് നിങ്ങൾക്ക് ഞാൻ സഭാചരിത്രം ഒന്ന് പറയാം. 1 മുതൽ 12 അധ്യായം വരെ സ്റ്റാർ പത്രോസായിരുന്നു. 9-ാം അധ്യായത്തിൽ പൗലോസ് പിടിക്കപ്പെടുന്നു. സ്തേഫാനോസിനെ കൊല്ലുന്നു. സ്തേഫാനോസിനെ കൊന്നവരുടെ വസ്ത്രം കാക്കുന്നു. പൗലോസ് എന്ന് പറയുന്ന ശൗൽ കാത്തുകൊണ്ട് നിൽക്കുന്നു. ദമസ്കോസിന്റെ പടിവാതിക്കലേക്ക് യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്ന മനുഷ്യനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ദൈവം പിടിക്കുന്നു. നിയോഗത്തിന് വേണ്ടി അഭിഷേകം ചെയ്യുന്നു. മുകളിലേക്ക് നോക്കി ചോദിച്ചു, നീ ആരാകുന്നു കർത്താവ് എന്ന് ചോദിച്ചു. തമ്പുരാൻ പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന ദൈവമാണ് ഞാൻ. എന്നിട്ട് പൗലോസിനോട് ദൈവം എന്നാ പറയുന്നത് അറിയോ? നീ മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് വിഹിതമല്ല. കൈ ഉയർത്തിയ രാമൻ പറ, മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് വിഹിതമല്ല. മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് വിഹിതമല്ല. കൈയൊന്ന് പൊക്കിയോ രാമൻ കൂടെ പറഞ്ഞേ. ഒറ്റ വാക്കൂടെ പറഞ്ഞു വിട്ടേക്കാം. നിങ്ങൾ എന്നെ ഒന്ന് കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം 1 മാസത്തിനിടയ്ക്ക് ഒരു വീട്ടിൽ വളരെ താല്പര്യമായിട്ട് എന്നെ പ്രാർത്ഥിക്കാൻ അവിടുത്തെ അപ്പൻ വന്നു കൊണ്ടുപോയി. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആ വീട്ടിൽ ചെന്ന് നിൽക്കുക. മണിമന്ദിരമായ വീട്, ഇഷ്ടം പോലെ പണമുണ്ട്. ആ വീടിനകത്ത് അപ്പനേക്കാൾ പ്രായമുള്ള ഒരാള് ഒരു മുറിക്കകത്ത് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ആരാ? മോനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ പ്രായമുള്ള ആളോ? എന്നോട് പറഞ്ഞു, പാസ്റ്റർ 31 വയസ്സേ ഉള്ളൂ. 10ാം ക്ലാസ്സിൽ റാങ്ക് ഹോൾഡർ ആയിരുന്നു. പ്രീഡിഗ്രിക്ക് പഠിച്ചപ്പോഴും മിടുമിടുക്കനായിരുന്നു. പ്രീഡിഗ്രി കഴിഞ്ഞ് എയർപോർട്ട് മാനേജ്മെന്റ് പഠിക്കാൻ പോയപ്പം വട്ടായി പോയതാ. അന്ന് പെന്തിക്കോസ് പള്ളിയിലായിരുന്നു. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഒരു കർത്തൃദാസന്റെ കുത്തിന് പിടിച്ചിട്ട് ഇറങ്ങി വന്ന അപ്പനായി നിൽക്കുന്നേ. അതുകൊണ്ട് കാശു വാങ്ങിക്കല്ല, പ്രാർത്ഥിക്കല്ല, തിരിച്ച് വീട്ടിൽ പൊക്കോണം. രാമീൻ പറ. ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, ഞാൻ കാണുന്ന വെളിപ്പാട് എങ്ങനാ? ഒരാരാധന നടക്കുന്നു. ആകെ ആരാധനയിൽ 10-12 പേരേ ഉള്ളൂ. നിങ്ങളും പാസ്റ്ററും തമ്മിൽ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. ആ കർത്തൃദാസന്റെ അടുത്തേക്ക് നിങ്ങൾ പാഞ്ഞെടുക്കുന്നു. ഈ മനുഷ്യൻ കുടുകൂടാ കരഞ്ഞു. എനിക്കൊരു ചെക്ക് തന്നു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ പറഞ്ഞു, ചേട്ടാ, യേശു എന്നോട് പറയുന്നത് ഈ കാശ് വാങ്ങിക്കല്ലെന്നാ. ഒരു പൈസ പോലും വാങ്ങാതെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. നിങ്ങൾ കേട്ടോ ആ വാക്ക്? മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക്. മോളെ, ആ വാക്കൊന്ന് വായിച്ചു തരാം. പൗലോസിനോട് പറഞ്ഞ കയറി വന്നോണ്ടാ കേട്ടോ, പ്രസംഗം വേറെ ഒന്നാ, പക്ഷെ കയറി വന്ന വാക്യ ഒന്ന് വായിച്ചു തരും മോളെ. ഞങ്ങളെല്ലാവരും നിലത്ത് വീണപ്പോ ദൂത് തമ്പുരാൻ ചിലതിനെ നിലത്തേക്ക് തള്ളിയിടും. കൈയൊന്നുയർത്തിയ ദൈവത്തിന് ഒരാമേൻ പറ. ഞങ്ങൾക്ക് പ്രതികാരമില്ല, ഞങ്ങളുടെ ദൈവം എഴുന്നേറ്റു വരും. യഹോവ എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഓറിസയുടെ മണ്ണിലിറങ്ങിയ ദൈവം, പല ദേശങ്ങളിൽ ഇറങ്ങിയ ദൈവം, റോമൻ രാജ്യത്തിറങ്ങിയ ദൈവം ഇന്ന് രാവിലെ ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് ഇച്ചിരിയേറെ കാര്യം പറയാനുള്ളതുകൊണ്ടാ ഞാനിങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ട് ചവിട്ടി സ്ലോ ചെയ്ത് പറയുന്നത്. വായിച്ച മോളെ, നിങ്ങൾ കേട്ട ആ വാക്യം, അവരെല്ലാവരും നിലത്ത് വീണു. പൗലോസിന്റെ ചരിത്രം എങ്ങനെയാണ്? പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നിലത്തേക്ക് വീണു. അടുത്ത വാക്ക്, ശൗലേ ശൗലേ. എന്നിട്ട് ആ വീണ കൂട്ടത്തിൽ ഇദ്ദേഹം മാത്രം ഒരു പ്രത്യേക കാര്യം കേൾക്കുന്നു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത്. ഇത് എത്രാമത്തെ വാക്യാന്ന് പറഞ്ഞാല്? 26:14. 26-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വരച്ചോണം. 26-ാം അധ്യായം 14-ാമത്തെ വാക്യം, മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു. നിനക്ക് വിഷമമാകും. ഒരാമീൻ പറ. രണ്ടുപേർക്ക് കൈ കൊടുത്ത് പറ, വിഷമമാകും. മുള്ളിന് നേരെ ഉദയ്ക്കരുത്. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പടിക്കെട്ടിറങ്ങുമ്പോ എൻ്റെ കാതിൽ കേട്ട ശബ്ദമാ. കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ, ഈ വീട് ഉമ്മം കുരുത്തു പോവും.
ഞാൻ ചോദിച്ചു, കർത്താവേ പോം വഴിയൊന്നുമില്ലയോ? ചിലതിന് പോം വഴി ഇല്ല. കൈയൊന്ന് ഉയർത്തി ഒരു ആമീൻ പറ. മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകും. വായിക്കടുത്ത വാക്ക്. മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം. ഒരാമീൻ പറ. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ദൈവത്തിന് ഭാഷ അറിയത്തില്ലെന്ന്. ഏത് ഭാഷയും അറിയാവുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കൈ ഉയർത്തിപ്പിടിച്ചൊരു ഹല്ലേലൂയ പറയല്ലോ. ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ ഞങ്ങൾ തീരദേശത്തൂടെ വന്നേ, ആലപ്പുഴ തീരദേശത്തൂടെ വന്നേ. അപ്പം ഈ വന്ന വഴിക്ക് ഞാനിങ്ങനെ വണ്ടിക്കകത്തിരുന്ന് എൻ്റെ അന്തരാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്കൊരു ശബ്ദം തന്നുകൊണ്ടിരുന്നു. നമുക്ക് വിരോധമായുള്ള കൈയെഴുത്തുകൾ മായ്ച്ചു കളയും. നിങ്ങൾ കൈപൊക്കി ഒരു ആമീൻ പറയാമോ? ഡോക്ടർ എഴുതിയ എഴുത്തുതയും മായ്ച്ചു കളയും. ക്യാൻസറിന്റെ എഴുത്തുതയും മാനിച്ചു കളയും. ഒറ്റപ്പെട്ട എഴുത്തുകൾ ഇന്ന് രാവിലെ ദൈവം മായ്ച്ചു കളയും. നിന്റെ കുടുംബത്തിനെതിരെ പിശാച് എഴുതി വെച്ച സകല എഴുത്തുകളോ ഇന്ന് രാവിലെ കർത്താവ് മായ്ച്ചു കളയും. ഒറ്റ വാക്യം കൂടെ പറയുക. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാകുന്നു. കേട്ടവരൊരു ആമേൻ പറ. ഇരുന്ന പ്രിയരെ, നമ്മളെക്കാൾ മിട്ടുമിടുക്കനായ പഴയ നിയമത്തിലെ ശക്തനായ മനുഷ്യൻ ചെന്ന രാജ്യങ്ങൾ മുഴുവൻ കീഴടക്കി ആയുധബലം, ആൾബലം, സൈന്യബലം, അംഗബലം, സകല ബലങ്ങളുമുള്ള മനുഷ്യൻ, അത്ര ശക്തനായ നെബൂഖദ്നേസർ എന്ന മനുഷ്യനെ ഒറ്റ രാത്രി കൊണ്ട് ന്യായം വിധിച്ച ദൈവമാ നാം ആരാധിക്കുന്ന ദൈവം. ആലയത്തിനകത്തെ പൊൻവള്ളിപ്പാത്രങ്ങളെ എടുത്തു എന്ന ഒറ്റ കാരണത്താൽ അന്ന് രാത്രി ബെൽസസറിനെ കൊന്നുകളഞ്ഞ ദൈവം നാം ആരാധിക്കുന്ന ദൈവം. കൈയൊന്ന് ഉയർത്തി ഒരു ആമീൻ പറ. ഈ ചിലർക്ക് ഈ പുസ്തകം എന്ന് പറഞ്ഞ വെറുതെ കഥ വായിക്കുന്ന പുസ്തകമാ. ഇത് ഞങ്ങൾക്ക് അങ്ങനെ അല്ല. ഇത് ഞങ്ങളുടെ ജീവനാണ്. ഇത് ഞങ്ങളുടെ ജീവിതമാണ്. അതുകൊണ്ട് ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടും ഒരെണ്ണത്തിൽ പോലും കുറയാതെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം. എറണാകുളത്ത് ഇന്നലെ ആളുകൾ പുറകെ നിൽക്കുമായിരുന്നു. ഇതാ പീഡിപ്പിക്കും തോറും പെരുകുന്നത്. കൈപൊക്കി ഒരു ആമീൻ പറ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് വിശ്വസ്തനായ ആളുകളാ. ദൈവം നട്ടിട്ടില്ലാത്തതെല്ലാം ഉണങ്ങിപ്പോവും. നട്ടത് കിളിക്കും. നട്ടതേ നിൽക്കൂ. തന്നെ കിളിച്ചു വന്ന നിക്കിയല. അവൻ ആറ്റരികത്ത് 2-ാം സങ്കീർത്തനം ആറ്റരികത്ത് ഒന്നൂടെ ആറ്റരികത്ത്. ഈ ആറ്റരികത്ത് ആരിലും നടുവോ? ആറ്റരികത്ത് ഞങ്ങളുടെ തങ്കച്ചാനൊക്കെ ആറ്റരികത്ത് താമസിച്ചവരാ. അവിടെ കൊണ്ടൊന്നും വല്ല നടുവെന്ന് എനിക്കറിയത്തില്ല. ആറ്റരികത്ത് കിളിച്ചോളും. ആറ്റരികത്ത് കിളിച്ച നിന്നെ നോക്കിയല്ല, നട്ടവനെ നോക്കും. ഒരാമീൻ പറ. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവർ ചെയ്യുന്നതൊക്കെ സാധിക്കും. കൈയടിച്ചൊരാമീൻ പറഞ്ഞോ? ഞാൻ ദൂത് പറയാ, ചില ആളുകൾ ഈ ഒരാഴ്ച സാധിക്കാൻ പോവാ. അവർ ചെയ്യുന്നതൊക്കെ സാധിക്കും. കരമടിക്കാൻ പറ്റുമെങ്കിൽ കൈയടിച്ചോ. അവർ ചെയ്യുന്നതൊക്കെ സാധിക്കാൻ പോവാ. അവർ ചെയ്യുന്നതൊക്കെ സാധിക്കും. നിന്റെ കുഞ്ഞ്, നിന്റെ കുടുംബം, നിന്റെ തലമുറ, നിന്റെ വീട് ചെയ്യുന്നതൊക്കെ സാധിക്കത്തക്ക പോലെ അവർ ചെയ്യുന്നതൊക്കെ സാധിക്കും. അവർ ചെയ്യുന്നതൊക്കെ സാധിക്കും. അവർ ചെയ്യുന്നതൊക്കെ സാധിക്കും. അവർ ചെയ്യുന്നതൊക്കെ സാധിക്കും. അവരുടെ കുടുംബം ചെയ്യുന്ന സാധിക്കും. ഞാനൊരു പ്രവചനം പറയുക. ഈ ആഴ്ചയിൽ നിങ്ങളുടെ മക്കൾ ചെയ്യുന്നത് സാധിക്കും. ഒരാമേൻ പറ. ഈ എഴുന്നേറ്റ് നിന്നവർക്കായി സ്തോത്രം. ഇരിക്കുന്നവർക്കായി സ്തോത്രം. നിങ്ങൾ ചെയ്യുന്നത് സാധിക്കും. നിങ്ങളുടെ കുടുംബം ചെയ്യുന്നത് സാധിക്കും. ഈ ഒരാഴ്ച കർത്താവ് അതിന് വഴി തുറക്കും. നിങ്ങൾ ഇരുന്ന പ്രിയരെ, സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് വേഗത്തിൽ യോഗം നിർത്തണം. സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശം നിർത്തണം. രാമീൻ പറഞ്ഞേര്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡറാ, നിർത്തണം. കൈപൊക്കെ രാമീൻ പറഞ്ഞേര്. മനസ്സിലായവർക്കായി സ്തോത്രം. കൈപൊക്കെ രാമീൻ പറഞ്ഞേര്. ഇനി ബാക്കിയൂടെ കേക്ക്. അവർ ചെയ്യുന്നൊക്കെ എൻ്റെ പൊന്നുമോളെ സാധിക്കും. എന്തുവാ? ഒന്നുകൂടെ. അവർ ചെയ്യുന്നൊക്കെ സാധിക്കും. ഈ പണ്ടത്തെ ആരാധന നമ്മൾ ഈ പറയത്തില്ലയോ, കർത്താവെ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തരണമെന്ന്. പണ്ടത്തെ ആരാധന രാവിലെ തുടങ്ങിയ ചിലപ്പോൾ വൈകിട്ടാണ് നിൽക്കുന്നത്.
എല്ലാം പൊതുവകയെന്ന് എണ്ണി. എല്ലാം 100 രൂപ നമ്മൾ എന്തോ അവിടെ കൊടുക്കുന്നത് എന്തോ വെച്ചാൽ മാസവരി. 100 രൂപ മാസവരി കൊടുക്കാത്ത ആളാ എല്ലാം പൊതുവകയെന്ന് എണ്ണുന്നേ. ആമീൻ പറ. എല്ലാം എന്നെണ്ണി. അച്ഛാ, ഈ നമ്മൾ ഈ പുസ്തകത്തിൽ നല്ലതൊന്നും കാണുകയല്ല. പിന്നെ നമ്മളിപ്പോൾ വായിച്ചതാ കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്. വായിക്കും. എനിക്ക് നിയോഗം ഇങ്ങനെ വരും. സ്വജനത്താലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. അങ്ങനെയൊക്കെ ഉണ്ടോ? എന്തുവാ? കള്ള സഹോദരന്മാരും കള്ള സഹോദരിമാരും ഉണ്ട്. രാമീൻ പറ. ഞങ്ങളുടെ സഹോദരന്മാർ ഇച്ചൂടെ ഭേദമാ. കള്ള സഹോദരന്മാരും കള്ള സഹോദരിമാരും ഉണ്ട്. അയ്യോ എൻ്റെ ദൈവമേ, സ്തോത്രം. 2 സ്തോത്രം പറയട്ടെ ഞാൻ. ദൈവമേ, നിങ്ങളെ കൈവക്കി. രാമീൻ പറഞ്ഞത് കള്ള സഹോദരന്മാരുള്ള ആപത്ത്. അടുത്ത വാക്ക് അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം. ഒരു 2 മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ മനുഷ്യനെ കുറിച്ച്. ഒരു കപ്പൽ മുതലാളിയുടെ മകൻ, അന്നത്തെ കാലത്തെ ഗമാലിയൽ എന്ന് പറയുന്ന, ഇന്നത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ പോലെ ഗമാലിയലിന്റെ പാദപിടത്തിൽ നിന്ന് പഠിച്ച മനുഷ്യൻ, അത്രയ്ക്ക് മിടുമിടുക്കനായ മനുഷ്യൻ, സഭയെ കൊന്നു മുടിക്കാൻ ഇറങ്ങിത്തിരിച്ച മനുഷ്യൻ. പക്ഷെ ദൈവം ചെയ്തതെന്നറിയാമോ? അവനെ ശൗലിനെ പൗലോസാക്കി. ഇന്ന് രാവിലത്തെ ദൂത് ദൈവം ചിലരെ മാറ്റാൻ പോവാ. നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ചോ, ആമേൻ പറഞ്ഞു. ചില ആളുകളെ ദൈവം മാറ്റാനായിട്ട് പോകുകയാ. ഒരു വാക്കൂടെ, ഒറ്റ വാക്കൂടെ പറയാൻ പോവാ. നിങ്ങളൊന്ന് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ട ഒരു സംഭവം. അമ്മായിയമ്മയും മരുമോളും കൂടെ ഒരു വീട്ടിൽ താമസിക്കുന്നു. മകനും ഉണ്ട്. അവർ തമ്മിൽ മിണ്ടിയിട്ട് 5 വർഷമായി. ഇയാള് ഇച്ചിരി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളാ. അദ്ദേഹം എൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോൾ യേശു എന്നോട് പറഞ്ഞു, പുള്ളി 2 ഞെരുങ്ങുക. അമ്മയും തള്ളാൻ പറ്റിയല്ല, ഭാര്യയും തള്ളാൻ പറ്റിയല്ല. 2 പേരും തമ്മിൽ മുട്ടം വഴക്ക. മുഖത്തോട് മുഖം നോക്കിയാൽ 2 പേരും ചീത്ത. ഭയങ്കര പ്രശ്നമാണ്. 2 കഞ്ഞി. താഴെ അമ്മ താമസിക്കുന്നു, മേളിൽ മോനും മരുമോളും താമസിക്കുന്നു. പിണക്കവാ. പുള്ളി എന്നോട് ചോദിച്ചു, എൻ്റെ കൂടെ വരുമോ എൻ്റെ വീട്ടിൽ? അപ്പം ഞാൻ പറഞ്ഞു, സാറേ വരണമൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ യേശു വിട്ടാലേ വരത്തുള്ളൂ. രാമീൻ പറ. മാമ യേശു വിടാത്തതുകൊണ്ടാണ് മാമയുടെ വീട്ടിൽ വരാത്ത, വേറെ ഒന്നുമില്ല. യേശു വിട്ടാലേ വരത്തുള്ളൂ. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു, പാസ് പ്രാർത്ഥിച്ച്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു നോക്കി, കർത്താവിനോട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു, നീ മരുമോളെ വിളിച്ചിട്ട് ആ കാര്യം പറയണ്ടേ, അമ്മയെ മാറ്റാൻ പറ്റിയല്ല. ഒരാമീൻ പറ. കൈ കൊടുത്ത് പറ, അമ്മായിയും അഭിപ്രായമുള്ള തള്ളെ മാറ്റാൻ പറ്റിയില്ലെന്ന് പറ. അതുകൊണ്ട് നീ മാറണം. ഒന്നുകൂടെ കൈ കൊടുത്ത് പറ, മാറണം എന്ന് പറ. മാറണം. തള്ളെ മാറ്റാൻ പറ്റുകയില്ല, തള്ള മാറുകയല്ല. തള്ള മാറുമോ? ഇല്ല, തള്ള മാറുകയല്ല, നീ മാറണം. ഞാൻ പറഞ്ഞു, എടി കൊച്ചേ, ഈ മനുഷ്യൻ ഇങ്ങനെ ഇത്രയും വലിയ ഉദ്യോഗസ്ഥൻ, നീ ഒന്ന് അമ്മച്ചി എന്ന് വിളിച്ചാൽ തീരും. അമ്മച്ചി എന്ന് വിളിച്ചാൽ തീരും. എന്നോട് ചോദിച്ചു, ഞാൻ അമ്മച്ചി എന്ന് വിളിച്ചാൽ പുള്ളിക്കാരി മാറുമോ? ഞാൻ പറഞ്ഞു, മാറും. ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചിട്ടാ പോയെ. ഈ അമ്മച്ചി എന്ന് വിളിച്ചപ്പോൾ അമ്മച്ചിക്ക് എന്തോ സ്നേഹമാണെന്നറിയോ? എൻ്റെ പൊന്നു മോളെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചു. ഒറ്റ കഞ്ഞി വെപ്പാ. ഇപ്പൊ എന്തോ ടേസ്റ്റാന്നറിയോ? ഇന്നലെ അമ്മച്ചി എന്നെ വിളിച്ചായിരുന്നു. എന്നോട് പറഞ്ഞു, അവൾക്ക് എന്തോ കൈപ്പുണ്യാ. പണ്ട് പറഞ്ഞ കൂതറയാന്നാ പറഞ്ഞോണ്ട്. ഇപ്പൊ പറഞ്ഞു, എന്തോ കൈപ്പുണ്യാ വാസ്റ്ററെ. എന്തോ പറ്റി? പിശാചിറങ്ങി. ഇത് മനസ്സിലാവുന്നുണ്ടോ? പിശാച് വീട്ടിൽ നിന്ന് പോയാൽ ഏത് കറിക്കും കൈപ്പുണ്യം ഉണ്ടാവുമെന്ന്. ഈ അച്ഛാ, ഞങ്ങൾക്കുള്ള ബന്ധങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുന്ന ബന്ധാ. വേറെ കാശൊന്നും കൊടുത്ത ബന്ധമല്ല, ഇങ്ങനെ കിട്ടുന്ന ബന്ധാ. ഇങ്ങനെ കിട്ടുന്ന ബന്ധം ചത്താലും പോവില്ല. അവരത് മറക്കുകയല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അവരത് മറക്കല്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇന്ന് ആ വീട്ടിൽ സന്ധ്യയ്ക്ക് കുടുംബ പ്രാർത്ഥനയുണ്ട്. അമ്മയും പിള്ളാരും അമ്മച്ചിയും അപ്പച്ചനും എല്ലാം കൂടെ പായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഒരു തൂത് ഞാൻ പറയാ. ചില വീടിനകത്തു നിൽക്കുന്ന ചില ആധിപത്യങ്ങളുടെ ചങ്ങലകൾ പൊട്ടിപ്പോകാൻ പോകയാ. കൈയൊന്നടിച്ചു ദൈവത്തിനൊരു ആമീൻ പറയാൻ പറ്റുമെങ്കിൽ ഒരു ആമീൻ പറഞ്ഞു. ചിലരെ 4 വഴിക്കാക്കുന്ന ദുഷ്ടസിംഹാസനങ്ങൾ ഇന്ന് രാവിലത്തെ ആരാധനയിൽ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോ. പിന്നെ ഒരു കാര്യം കൂടെ പറയണം. നിങ്ങളിരുന്നേ കണ്ടോ? പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ആണുങ്ങൾ ഇത്രയും പേര് എഴുന്നേറ്റ് വന്നേ.
പെണ്ണുങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞു, അവരെല്ലാം എഴുന്നേറ്റ് നിന്നു. അതാ ഇനി ഞാൻ പറയാം, നിങ്ങൾ ബാക്കി ഒരു കാര്യം കൂടെ കേട്ടോ. ഞാൻ അമ്മച്ചിയെ മാറ്റി നിർത്തിയിട്ട് ഒരു കാര്യം അമ്മച്ചിയോട് പറഞ്ഞു. ഞാൻ ഈ മരുമോളോട് സംസാരിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, അമ്മായിമ്മയോട് എനിക്ക് പ്രശ്നമില്ല, പക്ഷേ എനിക്കൊരു ചെറിയ വിഷമമുണ്ട്. ഈ അമ്മായിയമ്മ മൊന വെച്ച വർത്താനം പറയും. എന്തുവാ മൊന വെച്ച? ചില പള്ളി വരുമ്പോൾ മൊന വെച്ച വർത്താനം പറയും. യോ നീ കല്യാണം കഴിച്ചിട്ട് പിള്ളേരായില്ലയോ? നിനക്ക് എന്നോ തന്നെ കേടാ. അവർക്ക് പിള്ളേരുണ്ടല്ലോ ഇല്ലല്ലോ, നിനക്കെന്നാ പ്രശ്നം? ഇപ്പൊ എവിടാ ഭാര്യ? എവിടെയല്ലോ ആട്ട്, നീ ഇതറിയാൻ വരുന്നോ? ഇന്ന് രാവിലെ എന്തുവാ വെച്ചേ? ഇന്ന് വെച്ചില്ലേ അമ്മാമ്മ വരുമോ അത് വെച്ച് തരാൻ? ഇന്ന് നിർത്തണം അത്. പല യങ്സ്റ്റേഴ്സും പ്രാർത്ഥനയ്ക്ക് വരാത്ത അതാ. ക്ഷീണിച്ചിരിക്കുവാന്നല്ലോ, അസുഖം വല്ലോ ആന്നോ, വണ്ണം വെച്ചിരിക്കുവാൻ, തൈറോയ്ഡ് ഉണ്ടോ, നീ എങ്ങനെ ഇരിക്കണമെന്ന് അറിയത്തില്ല. അയ്യോ താടി ഉണ്ടല്ലോ മോനെ, താടി വരും. ഞാൻ വെക്കാത്തത് വൃത്തികേടായോണ്ടാ, സത്യം ഉള്ളത്. എനിക്കും താടി വരും, ഞങ്ങളുടെ വേവിച്ചാനെ പോലൊക്കെ താടി എനിക്കും വരും. പക്ഷെ ഞാനാ താടി വെക്കാത്തത്. എനിക്ക് താടി വെച്ചാൽ കൊള്ളുകയില്ല. അത് എനിക്ക് എന്നെ കുറിച്ചൊരു ബോധമുണ്ട്. കൈപൊക്കി ഒരു ആമീൻ പറ. അതുകൊണ്ടാ വെക്കാത്ത. താടി വെക്കുന്ന പാപമൊന്നുമല്ല. ആണോ അനിയച്ചാ? ആണേ അനിയച്ചൻ നരകത്തിൽ പോകേണ്ട സമയത്താണ് നിങ്ങളുടെ അപ്പച്ചൻ ബുൾഗാൻ വരെയാ വെച്ചോണ്ട് വരുന്നത്. ബുൾഗാൻ അതാ അനി ബുൾഗാൻ എന്നാ പേരെന്ന് കഴിഞ്ഞ ദിവസം അപ്പച്ചൻ എന്നോട് പറഞ്ഞതേ. എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനത്തെ മീശാന്നൊന്നും പറയും, ഈ ചെല്ല് കണ്ടിട്ടില്ലയോ, രാവിലെ പല്ല് വെച്ചിട്ട് ഉമിക്കിരി മുഖത്തിരിക്കുന്ന പോലെ. എന്നാലും സാരമില്ല, എന്നാലും അവര് ഇത് കാണുമ്പോഴുള്ള സങ്കടമാണ്. ഇത് കാണുമ്പം ചിലർക്ക് ഈ മോനെ നീ വെളുത്തിരിക്കുന്ന അച്ഛാ. കഴിഞ്ഞ ദിവസം ഒരാള് നീ അങ്ങ് വെളുത്തിരിക്കുവാന്നല്ലോ, നീ അങ്ങ് ഇവിടുത്തെ കാര്യ. ഒരാളോട് ഒരാൾ ചോദിച്ചാ എന്നാ വെളുപ്പാ, എടാ വെളുത്തിരിക്കട്ടെ. അസൂയ. യേശുവിന്റെ നാമത്തിൽ എല്ലാ അസൂയയും പൊട്ടിപ്പോട്ടെ. പിന്നെ ചിലർക്കറിയേണ്ട 10ാം ക്ലാസ്സിൽ ജയിച്ചോ? 10ാം ക്ലാസ്സിൽ അവനോട് ചോദിച്ചു എന്തിനു പഠിക്കുക? +2 പഠിക്കുക. 10ാം ക്ലാസ് ജയിച്ചോ? എടാ 10ാം ക്ലാസ്സിൽ ജയിച്ചിട്ട് +2 പഠിക്കാൻ പറ്റൂ? നീ പ്രശ്നം ഉണ്ടാക്കാതെ. ഈ പള്ളി ഭയങ്കര പ്രശ്നം. ഈ യങ്സ്റ്റേഴ്സ് പള്ളി വരാത്ത എന്നാന്ന് ചോദിച്ചാൽ വിശേഷം നിരക്കുക. എന്തുവാ? സുഖമാണോ ബ്രദറെ? അത്രയും മതി. എല്ലാവരും വീട്ടിൽ സൗഖ്യമായിരിക്കുന്നോ? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം കേട്ടോ. അത് മതി. പോരെ? അത് പോരായോ? കൈ കൊടുത്ത് പറ, അത് മതി എന്ന് പറ. ഇനി ബാക്കി ഒരു കാര്യം കൂടെ. അധികമായി വരുന്നതെല്ലാം ദുഷ്ടങ്കൽ നിന്ന് വരുന്നു. ഇനി അടുത്ത കാര്യം കൂടെ. ആൺപിള്ളാരും പെൺപിള്ളാരും കല്യാണം കഴിച്ചു വിട്ടാൽ അവരുടെ കാര്യത്തിൽ ബാക്കി നിന്ന് സപ്പോർട്ട് ചെയ്യണം. അവരെ ജീവിക്കാൻ വിടണം. രാമീൻ പറ, കൈ കൊടുത്ത് പറ, ജീവിക്കാൻ വിടണം അവര് ജീവിക്കട്ടെ. നീയും അതിന്റെ പുറകെ നടക്കല്ല. അവർ ആ ടീം ബഹളമൊക്കെ ഉണ്ട്, അവർ തീർത്തോളും. അതിനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. ഒരു സ്വത്രം പറഞ്ഞില്ല. കഴിഞ്ഞ ഒരു കല്യാണത്തിന് ഞാൻ പോയി പറഞ്ഞ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ തീർത്തോളും. അതിനുള്ള ബലമൊക്കെ അവർക്കുണ്ട്. ഇല്ലേ? നിങ്ങൾ മിണ്ടുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ വന്നില്ലയോ? അവരെ ജീവിക്കാൻ വിട്ടേക്കണം. അവരെ പിന്നെ മക്കളെ ഒരു കാര്യം പറയാം. നീ ഇവിടം വരെ വന്നത് നിന്റെ അമ്മയും അപ്പനും ഉള്ളോണ്ടാ. ഇന്ന് ഞാൻ ഏതോ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു, ഏത് മോളാന്ന് ഓർക്കുന്നില്ല, അവളോട് ഞാൻ പറഞ്ഞു, കുഞ്ഞെ എവിടം വരെ എത്തിയാലും അമ്മയെ മറക്കല്ല. ഇവിടെ ഞങ്ങൾക്കൊരു അമ്മയുണ്ട് കേട്ടോ. 25ാമത്തെ വയസ്സിൽ 24ാമത്തെ വയസ്സിൽ വിധവയായ അമ്മ. 24ാമത്തെ വയസ്സിൽ ഭർത്താവ് മരിച്ചുപോയാ. എന്നിട്ട് ആള് ജോലി ചെയ്ത് നേഴ്സായിട്ട് ജോലി ചെയ്ത് മോനെ പഠിപ്പിച്ചു. ഇന്ന് മോന് കാശിന് 16. മോനെ അത് പാപമാ കേട്ടോ, ചെയ്യണ്ട. ആ പെറ്റതള്ളയുടെ ഉള്ളു നൊന്ത് നീറാകട്ടോ, ചെയ്യരുത്. ഞാൻ ഒരു കാര്യം കൂടെ പറയാ, നമ്മുടെ കടമകൾ കൃത്യമായി ചെയ്യണം. അത് പഠിപ്പിക്കുന്ന പുസ്തകം. കടമകൾ കൃത്യമായി നമ്മൾ ചെയ്യണം. എനിക്ക് സമയമില്ലാത്തോണ്ടാ ഞാനൊരു കാര്യം പറയാം. ഈ പ്രസംഗം എന്ന് പറഞ്ഞ സാധനം എന്നാന്നറിയോ? ഈ പ്രസംഗത്തിനകത്ത് ബൈബിളിലെ 100 വാക്യം വായിക്കുന്നല്ല പ്രസംഗം. ആണോ? അല്ല, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രസംഗം. ഇത് പരിശുദ്ധാത്മാവ് ഓഡിയൻസിനനുസരിച്ച് അതിന് പരിശുദ്ധാത്മാവ് വേണ്ടായോ? ഒരു ആമീൻ പറ. അതിന് ആത്മാവ് വേണം. ആത്മാവ് വേണമെങ്കിൽ വെള്ളം അടിച്ചാൽ ആത്മാവ് വരത്തില്ല. തല്ലുണ്ടാക്കി ചീത്ത പറഞ്ഞാൽ ആത്മാവ് വരത്തില്ല. ആത്മാവ് ഇറങ്ങണേൽ ആത്മാവിനൊത്ത് ജീവിക്കണം, എന്നാലേ ആത്മാവ് ഇറങ്ങി വരത്തുള്ളൂ. ഒന്ന് കൈ ഉയർത്തി ഒരു ആമീൻ പറഞ്ഞേര്. മോളെ
പലവട്ടം പട്ടിണി, പൈതാഹം, ഒറ്റപ്പെടൽ, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. വായിച്ചോ. അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം. ഒരു മിനിറ്റ്, ഈ വാക്യമൊക്കെ വീട്ടിൽ പോയിട്ട് മോളെ ആ വാക്യം ഏതാണെന്ന് മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞിട്ട് വായിക്കുക. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 24 വീട്ടിൽ പോയിട്ട് വായിച്ചോണം. അതും മാത്രമല്ല, പുറത്തുനിന്ന് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഈ അഭിഷക്തന് അകത്തെ പ്രശ്നം എന്ന് കേൾക്കണോ? അതുമാത്രമല്ല, സകല സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും സഭയെല്ലാം ഉണ്ടല്ലോ, ഒരു ചിന്തയില്ല. ഇത് നോക്കുന്ന ആളിനോട് ചോദിക്കണം ടെൻഷൻ ഉണ്ടോന്ന്. ഒരാമീൻ പറ. ഇത്രയും വല്ല 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ട മനുഷ്യൻ ഈ പൗലോസ് 3-ാം സ്വർഗത്തിൽ പോയിട്ടുണ്ടോ? ഉണ്ട്. ആര് പറഞ്ഞു പോയെന്ന്? പൗലോസ് പറഞ്ഞു. ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കട്ടെ. ഈ പൗലോസ് അത് പറയാൻ കാര്യം എന്താണെന്നറിയോ? ഈ സഭയിലുള്ള ആളുകൾ പറഞ്ഞു പൗലോസ് അപ്പോസ്തലനല്ലെന്ന്. പൗലോസ് അപ്പോസ്തലനല്ലെന്ന് പറഞ്ഞു. ആരല്ലെന്ന് പറഞ്ഞു? അപ്പൊ നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, നമ്മളെ കുറിച്ച് അങ്ങനൊന്നും പറഞ്ഞാൽ വിഷമിക്കരുത്. അത് പണ്ട് തൊട്ട് പറയുന്ന പൗലോസ് ആരല്ലെന്ന് പറഞ്ഞു? അപ്പോസ്തലനല്ലെന്ന് പറഞ്ഞു. അപ്പൊ പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട് മോളെ, ആ വാക്കൊന്ന് വായിച്ചേ. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുൻപ് ശരീരത്തോടുകൂടെയോ ശരീരം കൂടാതെയോ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെ ഞാൻ ആത്മാവിൻ ഞരക്കങ്ങളെ കേട്ടു. മനുഷ്യൻ ഉച്ചരിച്ചുകൂടാത്ത ഭാഷകളിൽ എന്റെ ശരീരത്തെ എടുത്ത് പരിശുദ്ധാത്മാവോടെ കൊണ്ടുപോയി എന്ന് പൗലോസ് പറയാ. ഒരു ദൂത് ഞാൻ പറയാ, ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ തന്റെ ഇടമുള്ള ഒരു കർത്താവ് നിന്റെ കൂടെയുണ്ട്. അവൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നു. കൈയൊന്ന് ഉയർത്തി ഒരാമേൻ പറഞ്ഞ ശക്തിയോടെ ഈ രാവിലെ ഒരു ദൂതും കൂടെ നിങ്ങൾ കേട്ടെ. നിനക്ക് വേണ്ടി ദൈവം ഉത്തരം പറയും. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? പൗലോസിന്റെ ഈ വരവ് വന്ന് മുന്നോട്ട് വരുമ്പോ പൗലോസിനെ അപ്പോസ്തലന്മാർ അംഗീകരിക്കുന്നില്ല. പൗലോസിനെ വീടുകളിൽ കയറ്റുന്നില്ല. അതെന്നറിയോ? പൗലോസ് ഉപദ്രവിച്ചയാളാ. അതുകൊണ്ട് ഉപദ്രവകാരി ആയതുകൊണ്ട് പൗലോസിനെ ആളുകൾ കയറ്റുന്നില്ല. ആ സമയത്ത് പൗലോസിന്റെ കൂടെ ഒരു മനുഷ്യനെ ദൈവം ഒരുക്കി കൊടുത്തു. അദ്ദേഹമാണ് പൗലോസിനെ ബർന്നബാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് പൗലോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, സഭയ്ക്ക് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്കറിയാമോ, അവിടെ പറയുമ്പോഴൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബർന്നബാസും പൗലോസും. 13-ാം അധ്യായത്തിൽ എഴുതി വെച്ചു പൗലോസും ബർന്നബാസും. ഒരാമീൻ പറയോ? ഇന്ന് രാവിലെ ദൂത് നിനക്ക് സ്ഥാനക്കയറ്റം തരാൻ പോവാ. കരമൊന്നുയർത്തി ഒരാമീൻ പറ. ചില പ്രതിസന്ധിക്കകത്തു ദൈവം നിനക്ക് സ്ഥാനക്കയറ്റം തരാൻ പോകുകയാ. ചില പ്രതികൂലത്തിനകത്ത് ദൈവം നിനക്ക് സ്ഥാനക്കയറ്റം തരാൻ പോകുകയാ. ദൈവം നിന്റെ കുടുംബത്തിന് സ്ഥാനക്കയറ്റം തരാൻ പോകുകയാ. അഭിഷക്തന്മാരെ ഇന്ന് രാവിലെ കർത്താവ് എന്നോട് പറയുക, ചിലതിനെ തമ്പുരാൻ ആട്ടിമുടി തിരിക്കാൻ പോകുകയാ. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ എന്റെ ദൈവം ചിലതിനെ തിരിക്കുന്നതിന് 2 വാക്കുകൂടെ പറഞ്ഞ ആളുകൾ സഭയിൽ പൗലോസിനെ ഉൾക്കൊള്ളാൻ ഇങ്ങനെ ബുദ്ധിമുട്ടി. 12-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ ഇവർ അപ്പോസ്തലത്വത്തെ കുറിച്ച് ചോദ്യം ചോദിച്ചു. പൗലോസ് എവിടെയാണ് പഠിച്ചത്? അതായത് ഇവർ രണ്ടുപേരും 2 സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഭരണങ്ങൾ നടത്തിയത്. അങ്ങനെ യെരുശലേമും അന്ത്യോക്യയുമാണ് ഇവരുടെ 2 പേരുടെയും സ്ഥിരാകേന്ദ്രമായി നിന്നത്. ഒരാളുടെ യെരുശലേമാണെങ്കിൽ പത്രോസ് കേന്ദ്രീകരിച്ച് ഭരിച്ചത് യെരുശലേം എന്ന് പറയുന്ന സ്ഥലം. പൗലോസ് കേന്ദ്രമാക്കി ഭരിച്ചത് അന്ത്യോക്യ എന്നാണ് ഇതൊക്കെ ആരംഭിക്കുന്നത്. അവിടെ ഒരു വാക്യമുണ്ട്. ഈ അധ്യായത്തിനകത്ത് പരിശുദ്ധാത്മാവ് വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി പൗലോസിനെ വേർതിരിക്കണം. വായിക്കുമ്പോളെ, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും. നിങ്ങൾ കേട്ടോ വാക്ക്? ആരൊക്കെയാ? ബർന്നബാസും ശൗലിനെയും. ആദ്യം ആടെ പേരാ പറഞ്ഞേ, ബർന്നബാസ്, പുറകിൽ ശൗല്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോ പറയുന്നത് പൗലോസും ബർന്നബാസും. രാമീൻ പറ. നിന്നെ താത്ത് കെട്ടുന്നവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കാൻ പോവാ. കൈയടിച്ചൊരാമീൻ പറയാൻ പറ്റുമെങ്കിൽ ഒരാമീൻ പറഞ്ഞോ. ദൈവം നിന്റെ ജീവിതത്തെ തിരിച്ചു മറിക്കാൻ പോകുകയാ. ദൈവം നിന്റെ കുടുംബത്തെ തിരിച്ചു മറിക്കാൻ പോകുകയാ. ദൈവം നിന്റെ തലമുറയെ തിരിച്ചു മറിക്കാൻ പോകുകയാ. ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടോണം. നിങ്ങൾ
ലൈഫിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ പുറകിൽ ഒരു പദ്ധതിയുണ്ട്. അതിന്റെ പുറകിൽ ദൈവത്തിന് പദ്ധതി ഇല്ലാതെ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. സഭ വളർന്നാൽ സഭയിൽ അകത്തുനിന്നും പുറത്തുനിന്നും എല്ലാം പോരാട്ടം ഉണ്ടാവും. ഉണ്ടായാൽ ആ പോരാട്ടത്തിലൊരു പദ്ധതി ദൈവം ഒരുക്കിയിരിക്കും. നമുക്ക് പറഞ്ഞ് 12-ാം അധ്യായം വരെ വരണം. ഒരു വാക്യം വായിച്ചില്ല നിങ്ങൾക്ക് വിഷമമാവും. 12-ാം അധ്യായത്തിൽ നിന്നൊരു വാക്യം എനിക്ക് ഇച്ചിരൂടെ ഇതിനെക്കുറിച്ച് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. 15-ാം അധ്യായത്തിൽ പരീശന്മാര് വന്ന് പറയുന്ന മോളെ 15-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. 1 തൊട്ടൊന്ന് വായിച്ചോ. 15-ന്റെ പ്രവർത്തികളുടെ പുസ്തകം. യഹൂദയിൽ നിന്ന് ചിലർ വന്ന് നിങ്ങൾ മോശെ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാൻ. നിങ്ങൾ കേട്ടോണം, ഇതൊരു പ്രതിസന്ധിയാ സഭ നേരിടുന്നേ. 15-ാം അധ്യായം എത്തിയപ്പോ പുറത്തെ പ്രതിസന്ധി മുഴുവൻ അടിച്ച് ഒതുക്കി പൗലോസ് അന്ധകാര ശക്തിയുടെ മുട്ടുമടക്കി നിൽക്കുമ്പോ അകത്തൂന്ന് പ്രശ്നം വരിക. രാമൻ പറ. 15-ാം അധ്യായത്തിൽ അകത്തൂലെ പ്രശ്നം വായിക്കുമോളെ. 15-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. യഹൂദയിൽ നിന്ന് ചിലർ വന്നു നിങ്ങൾ മോശെ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന സഹോദരന്മാരെ ഉപദേശിച്ചു. അടുത്ത വാക്ക്. പൗലോസിനും ബർന്നബാസിനും അവരോട്. പൗലോസിനും ബർന്നബാസ് താഴെയായിപ്പോയോ? പൗലോസ് മേളിലായോ? രാമൻ പറ. ഇതിന്റെ പേര് അഭിഷേകമാ. അസൂയപ്പെടല്ല. അഭിഷേകത്തിന്റെ ശക്തിയാ. ഇപ്പൊ തിരിഞ്ഞുപോയി. നേരത്തെ ബർന്നബാസും ശൗലും ആയിരുന്നു. ഇപ്പൊ ശൗലും ബർന്നബാസും. ഇതൊക്കെ തിരിക്കുന്ന ദൈവ. ഇത് നിയോഗ. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാ. വായിച്ചോ. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട്. ഒരു മിനിറ്റ്. അല്പമല്ലാത്ത വാദവും തർക്കവും. മോളെ, ഇത് ബൈബിളിലാണോ? വാദവും തർക്കവും ഒക്കെ ബൈബിളിലുണ്ടോ? ആഹാ, മമ്മ ഇത് കണ്ടിട്ടില്ല. വാദവും തർക്കവും ഉണ്ടായിട്ട്. ആർക്കുണ്ടായിട്ട്? പൗലോസിനും ഉണ്ട്. ചില ഇരിപ്പൊക്കെ കണ്ട് ഇതൊക്കെ ആദ്യമായിട്ട് വായിക്കുന്ന പോലെ ഇതൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഇനിയുണ്ട്. യെരുശലേം കൗൺസിലിൽ നിന്ന് പൗലോസ് എഴുന്നേറ്റ് എന്ന് പറയുന്നൊരു വാക്കൊക്കെ ഉണ്ട്. പത്രോസിനോട് പറഞ്ഞു, ഈ പരിച്ഛേദന അല്ല സ്വർഗത്തിൽ പോകുന്നത്, വിശ്വാസത്താലുള്ള നീതീകരണം. യെരുശലേം കൗൺസിൽ 1-ാമത്തെ കൗൺസിൽ കൂടുമ്പോ പൗലോസ് എഴുന്നേറ്റെന്ന് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ പരിച്ഛേദന പെട്ട മാത്രം സ്വർഗത്തിൽ പോകുന്നല്ല, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പൗലോസിനെ എവിടെ കൊണ്ടു നിർത്തിയാലും പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇതാ പറയാനുള്ളേ. ഇനിയും ചൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വായിക്കുമ്പോളെ, അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും. ഇതൊക്കെ അടിവരായിട്ട് വേണം. പൗലോസും ബർന്നബാസും. നേരത്തെ ബർന്നബാസും പൗലോസും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ പൗലോസിന്റെ വേറൊരു പേരാണ് ശൗൽ. നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഈ വാക്ക് എടുക്കാതെ. നിങ്ങൾക്ക് അറിയാം. വായിച്ചോ മോളെ. അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെ പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും. അപ്പൊ യെരുശലേമിൽ ഭരിക്കുന്ന ആരാ? അല്ല, മുമ്പേ ഞാൻ പേര് പറഞ്ഞു, പത്രോസ്. പൗലോസ് യെരുശലേമിലല്ല, അന്ത്യോക്യയിൽ. കിട്ടിയല്ലോ. പൗലോസ് അന്ത്യോക്യയിൽ, പത്രോസ് യെരുശലേമിൽ. ഇത് ചരിത്രമാണ്. ഇത് പറയാൻ വേണ്ടി പറയാ. കേട്ടോടുക. പത്രോസ് ഭരിക്കുന്ന എവിടാ? യെരുശലേമിൽ. ഈ തർക്കസംഗതികൾ മുഴുവൻ വന്ന് എത്തുന്നത് യെരുശലേമിൽ വരും. ഇനി യെരുശലേമിലെ 2-ാമത്തെ കൗൺസിൽ കൂടാൻ പോവാ. അതിന് മുമ്പത്തെ കാര്യ വായിച്ചു. ഇച്ചിരി വായിക്കുമ്പം 5-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. അതിന് വേണ്ടിയാ മോള് വായിച്ചോ. യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. അടുത്ത വാക്ക്. സഭ അവരെ യാത്ര അയച്ചിട്ട്. ഒരു മിനിറ്റ്. തർക്കവും വാദവും ഉണ്ടെങ്കിൽ ആ സഭ മാറുകല്ല, യെരുശലേമിൽ വരണം. രാമീം പറ. അച്ഛാ, ഇത് കട്ട് ചെയ്തിടണം കേട്ടോ. കട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ പറയും. കട്ട് ചെയ്തിട്ടേക്കണം. സഭയ്ക്കകത്ത് തർക്കവും വാദവും ഉണ്ട്. സഭ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുവല്ല. സഭ യെരുശലേമിൽ ആ പ്രശ്നം കൊണ്ട് വരണം. യെരുശലേമിൽ സൊല്യൂഷൻ ഇല്ലാത്ത പ്രശ്നം ഇല്ല. അതിന് ദൈവം പരിജ്ഞാനം കൊടുത്ത് അഭിഷക്തന്മാരെ അവിടെ നിർത്തിയിട്ടുണ്ട്. കൈയൊന്നുയർത്തി ദൈവത്തിന് ഒരു ആമേൻ കൂടെ പറഞ്ഞേ. വായിച്ചേ മോളെ. യെരുശലേമിൽ
അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊയ്നീക്കയിലും ശമര്യയിലും കൂടിക്കടന്നു ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ച് സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. അവർ യെരൂശലേമിൽ എത്തിയാൽ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ പരീക്ഷപക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം. ഇതാണ് അവിടുത്തെ പ്രശ്നം. ഇതാണ് യെരൂശലേം കൗൺസിലിൽ വന്ന പ്രശ്നം. ഞാൻ ഈ ഗലാത്യ ലേഖനത്തിൽ പൗലോസിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്. മോളെ, ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു തരാം, നിങ്ങളൊന്ന് കേട്ടോളുക. ഈ പ്രശ്നത്തോട് ബന്ധപ്പെട്ട് പൗലോസ് പറയുന്ന വാക്യം. അതോ നൊടിഞ്ഞു വന്ന കള്ള സഹോദരൻ. അതിന്റെ തൊട്ടുമേളത്തെ വാക്യം കൊണ്ട് വായിച്ചിട്ട് 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരൂശലേമിലേക്ക് പോയി. അപ്പൊ എവിടെ പോവാ? അപ്പൊ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്. യെരൂശലേമിൽ പോവാ. എവിടെ പോവാ? യെരൂശലേമിൽ. ഇനിയും വായിച്ചോ. ഞാനൊരു വെളിപ്പാട് അനുസരിച്ച് അത്രേ പോയി. ഞാനൊരു വെളിപ്പാട്, ഒരു തൂത് കേട്ടെ, വെളിപ്പാടിൽ പോകുന്നവനെ തൊടാൻ ഒരു ശക്തിക്കും പറ്റില്ല. ഇതൊരാമയും പറയാൻ പറ്റുമോ? നിന്റെ കുടുംബജീവിതം വെളിപ്പാടിലാണെങ്കിൽ തകരത്തില്ല. നിന്റെ മക്കൾ വെളിപ്പാടിലാണെങ്കിൽ തകരുകയില്ല. നിന്റെ സഭ വെളിപ്പാടിലാണെങ്കിൽ നിന്റെ സഭയെ തകർക്കാൻ നിന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് വെളിപ്പാടിനകത്താണെങ്കിൽ ഒന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്നവർ യേശുവേ എന്നൊന്ന് വിളിച്ച് ഈ രാവിലെ ഒന്ന് കർത്താവിനെ നന്ദി പറഞ്ഞു. വെളിപ്പാടിൽ യാത്ര ചെയ്യുന്നവരെ തകർത്തുകളയാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും പറ്റുകയില്ല. ഞാന് ഈ വാക്കിനെ ചേർത്ത് ഒറ്റ വാക്കൂടെ പറഞ്ഞോട്ടെ. ഇതിനെ എടുത്ത് യേശു കർത്താവ് പറഞ്ഞൊരു വാക്കൂടെ. ഒരു ദിവസം പുരുഷാരം മുഴുവൻ കലങ്ങി വല്ലാത്ത അവസ്ഥയിലൂടെ പോകുമ്പോ യേശു നടുവിലോട്ട് നിന്നിട്ട് ചോദിച്ചു, ജനങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? ജനങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? ആളുകൾ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഈ പ്രതിസന്ധി നമ്മുടെ കർത്താവിനും നമ്മുടെ സ്ലീഹന്മാർക്കും എല്ലാം ഉണ്ടായതാ. ഈ ജനങ്ങൾ എന്തും പറയും. അപ്പൊ കർത്താവ് ചോദിച്ചു, കൈയൊന്നും ഉയർത്തി രാമ്യം പറഞ്ഞില്ല, ജനങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? അപ്പൊ അവര് പറഞ്ഞ യെരമ്യാവാണ്, ഏലിയാവാണ്, സ്ലീഹന്മാരിൽ ഒരാളാണ്, യോഹന്നാൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റു വന്നാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? എല്ലാവരും സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് പുറമോട്ട് നിൽക്കുമ്പോൾ പത്രോസ് മുന്നോട്ട് കയറി എന്ന് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുക ക്രിസ്തു ആകുന്നു. ഇനിയും ഞാൻ പറഞ്ഞ വാക്യവുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുക. നിങ്ങൾ കേട്ടോണം. യേശു പറഞ്ഞു, ബെർയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയതാ. എന്നാ ജഡരക്തങ്ങളല്ല നിനക്കിത്, നീ പറഞ്ഞത് വെളിപ്പാടാ. നീ പറഞ്ഞതെന്നാ? വെളിപ്പാടാ. ഞാൻ പറഞ്ഞില്ലേ, വെളിപ്പാടിൽ യാത്ര ചെയ്യുന്നവനെ തടയാൻ ഒരുത്തനും പറ്റത്തില്ല. വെളിപ്പാടിൽ യാത്ര ചെയ്യുന്നവന്റെ കയ്യിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. കരമൊന്നടിച്ച് അല്പമിനിറ്റുകൾ യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ആ രണ്ട് കരങ്ങളും അടിച്ച് ഇന്ന് രാവിലെ കർത്താവിനോട് പറയുക, നീ യാത്ര ചെയ്യുന്ന വെളിപ്പാടിൽ നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ തച്ചു ഉടച്ചു കളയാൻ വ്യാപരിക്കുന്ന ദുർശക്തിയെ, ദുരാത്മമണ്ഡലങ്ങളെ യേശു കർത്താവ് പറഞ്ഞു, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല. യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവർ ഇന്ന് രാവിലെ യേശുവേ എന്ന് വിളിച്ച്, നീ തകരുമെന്ന്, നീ ഇല്ലാതാകുമെന്ന്, നീ അവസാനിച്ചു പോകുമെന്ന് നിന്നോട് പിശാച് പറയുമ്പോ ഈ രാവിലെ വിളിച്ചു പറഞ്ഞു, ജഡരക്തങ്ങളല്ല. ചൂടമനം ബലവൈഡമനം ബലവൈഡമനം ബലവൈഡമനക്ത ബലവൈഡ ഈ രാവിലെ ജഡരക്തങ്ങളല്ല,
സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, നീ പത്രോസാകുന്നു, നീ പത്രോസാകുന്നു. ചൂടമനം തലവന്തരഹത്തന ഭൂടമനം തലവൈഡമനഗജ ധർമ്മമനം തേ വൈഡപ്രവന ഹസ്തന ബൗഡ ഭീമൽ കൗഡ ഹംബല വൈഡമനക്തന ബൗഡ. നിങ്ങൾ ഒരു മിനിറ്റ് നിന്നേ, ഇരിക്കണ്ട നിന്നേ. വെളിപ്പാടുള്ളവൻ തകർത്തില്ല, ഇല്ല. വെളിപ്പാടുള്ളവന്റെ കുടുംബം തകരുകയില്ല. വെളിപ്പാടുള്ളവന്റെ കുടുംബജീവിതം തകർന്നു പോകുകയില്ല. വെളിപ്പാടുള്ളവന്റെ വീട്, മക്കൾ തകരുകയില്ല, ഇല്ല, തകരുകയില്ല. വെളിപ്പാടുള്ളവന്റെ വീടിനെ തകർക്കാൻ ഉലകത്തിലൊരു ശക്തിക്കും പറ്റില്ല. ആര് പറഞ്ഞു? യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. നിങ്ങൾ കരമടിച്ച് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഏറ്റെടുത്തോ. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഞാൻ എന്റെ സഭയെ പണിയും, ഞാൻ എന്റെ സഭയെ പണിയും, ഞാൻ എന്റെ സഭയെ പണിയും. I will build my church. ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഇന്ന് രാവിലെ കൂടപ്പറപ്പേ, ദൈവം നിന്റെ കുടുംബം പണിയാൻ പോകയാ, ദൈവം നിന്റെ തലമുറയെ പണിയാൻ പോകയാ, ദൈവം നിന്റെ ജീവിതത്തെ പണിയാൻ പോവാ. നിങ്ങൾ അന്യഭാഷകളെ പ്രാർത്ഥിച്ചോ. ഇന്ന് രാവിലെ ദൈവം നിന്നെ പണിയാൻ പോവാ, ദൈവം നിന്നെ പണിയാൻ പോവാ. ഞാൻ വെളിപ്പാട് കാണുക, ചിലരെ ദൈവം പണിയാൻ തുടങ്ങുക. ഈ രാവിലത്തെ ആരാധനയിലേ ൂഢമനം തല വന്തരഘട്ടന പൂജമനഗത ധർമ്മമനം തല വൈഡമനഗത ധർമ്മപ്രവനകരത്തുന വൈഡമനം തര വൈഡ. നിന്റെ അകത്ത് ഈ വെളിപ്പാടുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം നിന്നെ പണിയാൻ പോവാ. നിന്റെ അകത്ത് ഈ വെളിപ്പാടുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം നിന്നെ പണിയാൻ പോവാ. 11 പേരും പുറകോട്ട് നിന്നപ്പോ 12-ാമൻ കേറി പറഞ്ഞു, ഓ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. ചില ആളുകൾ അന്യഭാഷയിൽ സംസാരിക്കാൻ പോവാ. ചില നാവിന്മേൽ അഭിഷേകം ദൈവം തരാൻ പോകയാ. ചില കുഞ്ഞുങ്ങൾ അഭിഷേകത്താൽ, ചില മക്കൾ അഭിഷേകത്താൽ. അഭിഷേകത്തിന് വേണ്ടി വാഞ്ചിക്കുന്നവർ ഈ രാവിലെ അഭിഷേകത്തെ പ്രാർത്ഥിച്ചു. ചിലക്ക് അഭിഷേകത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ ചില വഴികൾ ദൈവം തുറക്കുന്നു, ചില വഴികൾ ദൈവം തുറക്കുന്നു, ചില വഴികൾ ദൈവം തുറക്കുന്നു. നീ അഭിഷേകത്ത ദൈവത്തിന്റെ ശക്തിയാ, ദൈവത്തിന്റെ കൃപയാ ഇന്ന് രാവിലെ നിറയുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാരും പ്രാർത്ഥിച്ചോ, യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചോ. എല്ലാ ദുരാത്മശക്തികളും ഈ വീട്ടിൽ നിന്ന് മാറിപ്പോകാൻ തുടങ്ങുക. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ ശക്തി ഇന്ന് രാവിലെ കുടുംബങ്ങളിൽ വ്യാപരിക്കുക.
ഓ മഹത്വമേ, ഇന്ന് രാവിലെ ദൈവത്തിന്റെ മഹത്വം. നിങ്ങളാ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് എഴുന്നേറ്റൊന്ന്. 1, 2, 3 സ്ഥലങ്ങളിൽ പൈശാചിക ശക്തികൾ ഇളങ്ങി കിടപ്പുണ്ട്. ആ പുറകിൽ ഇളകിയ പെൺകുട്ടിയിൽ നിന്ന് പിശാച് പറഞ്ഞത് അവളെ കൊല്ലാൻ വന്നാ പറഞ്ഞേ. പിശാച്, നിനക്ക് സ്ഥലം തെറ്റിപ്പോയി. ഞങ്ങൾ കൊല്ലുന്ന സ്ഥലമല്ല, വീണ്ടെടുക്കുന്ന സ്ഥലമാ. ഞങ്ങൾ തകർക്കുന്ന സ്ഥലമല്ല, തകർത്തവനെ പണിയുന്ന സ്ഥലമാണ്. നിങ്ങൾ ആ കണ്ണൊന്ന് തുറന്ന് എന്നെ നോക്കിയേ. ഞാൻ ഒരു പ്രവചനം പറയുക. ദൈവം നിങ്ങളെ പണിയാൻ പോവാ. വെളിപ്പാടുള്ളവരൊരു ആമേൻ പറ. യേശു ക്രിസ്തുവാന്ന് പറഞ്ഞവരെല്ലാം വെളിപ്പാടുള്ളവരാ. യേശു ദൈവമാന്ന് പറഞ്ഞവരെല്ലാം വെളിപ്പാടുള്ളവരാ. അങ്ങനെയുള്ളവരോട് ദൂത് പറയുക, അവൻ നിന്നെ പണിയാൻ പോവാ. നിന്റെ കൊച്ചിനെ അവൻ പണിയാൻ പോവാ. നിന്റെ കുഞ്ഞിന്റെ കുടുംബം അവൻ പണിയാൻ പോവാ. നിന്റെ വീട് അവൻ പണിയാൻ പോവാ. അവൻ പണിയാൻ ഇറങ്ങി വന്ന് ഒരുത്തരം തടയാൻ പറ്റുകയില്ല. നിങ്ങളെ കൈയൊന്ന് ഉയർത്തി രാമയും പറയാമോ? പത്രോസ് ഇത് പറഞ്ഞപ്പോ യേശു എടുത്തു പറഞ്ഞു. പത്രോസ് പറഞ്ഞപ്പോ യേശു എടുത്തു പറഞ്ഞു, നീ പറഞ്ഞത് വെളിപ്പാടാ. നീ പറഞ്ഞത് ബറിയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. പ്രതിസന്ധി സഭയോട് കൂടെ നിൽക്കുന്ന നീ വെളിപ്പാടുള്ളവനാ. നിന്റെ അകത്തൊരു വെളിപ്പാടുണ്ട്. ഈ വെളിപ്പാട് ദൈവം അംഗീകരിക്കും. രാമയും പറഞ്ഞേ, നിങ്ങൾ കേട്ടോ ആ വാക്ക്? നിനക്കിത് റെവലേഷനാ. ഇതെന്തുവാ? ഇത് വെളിപ്പാടാ മക്കളെ. ഇതെന്നാ? ഇത് വെളിപ്പാടാ. വെളിപ്പാടുള്ളവനെ തൊടാൻ ഒരു ശക്തിക്കും പറ്റില്ല. അതാര് പറഞ്ഞു? യേശു പറഞ്ഞു. എന്നാ യേശു പറഞ്ഞേ? ഞാൻ എന്റെ സഭയെ പണിയും. നിങ്ങൾ നിൽക്കുമ്പോ 2 ചോദ്യം. യേശു ഭൂമി സഭ തന്നെ സ്ഥാപിച്ചോ? ഇല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, യേശു സഭയൊന്നും സ്ഥാപിച്ചില്ല. സഭ സ്ഥാപിച്ചോ? ഇല്ല. അപ്പോസ്തലന്മാരെ സ്ഥാപിച്ചു. ആരെ? ഈ അപ്പോസ്തലന്മാരെ സ്ഥാപിച്ച എല്ലാരും കൂടെ ഉണ്ടോ? എത്ര അപ്പോസ്തലന്മാരുണ്ടായിരുന്നു? 12. അത് കഴിഞ്ഞ് എത്ര ഉണ്ടായിരുന്നു? 12 കഴിഞ്ഞിട്ട് എത്ര ഉണ്ടായിരുന്നു? ഒരു ഔട്ടർ സർക്കിൾ ഇല്ലയോ? 70 കഴിഞ്ഞിട്ട് എത്ര ഉണ്ടായിരുന്നു? 120. ഇപ്പൊ എത്ര ഉണ്ട്? 3000. 11 പേര്. എത്ര ഉണ്ട്? 11. 12ാമത്തെ പുള്ളി എന്തേ? തൂങ്ങിച്ചത്തു. ശരി, ഇനി ഒന്നുകൂടെ. ഇപ്പൊ 11 പേരുണ്ടല്ലോ. ഇപ്പൊ എത്ര പേരുണ്ട്? 11 ഉണ്ടോ? ഇല്ല. എല്ലാരും മീൻ പിടിക്കാൻ പോയി. കൈ കൊടുത്തവർ എല്ലാരും. ഇനി നിങ്ങളിരിക്കുക. നിങ്ങൾ നിന്നിപ്പിച്ച് നിർത്തിയ കാലൊക്കെ ഒന്ന് നൂരട്ടെന്ന് വിചാരിച്ചിട്ടാ. മതി, കേക്ക്. ശരി, കേട്ടല്ലോ. ഇപ്പൊ എത്ര പേരുണ്ട്? ഇപ്പൊ എത്ര പേര്? 120 വരെ വന്നില്ല. ഇപ്പൊ ആരുമില്ല. പത്രോസ് എന്തേ? അപ്പൊ പണ്ടത്തെ ചൂണ്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്വോത്രം പറ. പുള്ളി എവിടെ പോയി? മീൻ പിടിക്കാൻ പോയി. മീൻ പിടിച്ചിട്ട് മീൻ കിട്ടിയോ? യേശുവിനെ കൂടാതെ പോയാൽ നിനക്ക് കിട്ടും. നിങ്ങൾ വന്നിരുന്നോ? പൊക്കോ. കൈവൊക്കെ രാമയും പറഞ്ഞത്. അവര് ആ ഗ്യാപ്പിൽ ഇങ്ങനെ വന്നാ. കൈവൊക്കെ രാമയും പറഞ്ഞത്. കുഴപ്പമില്ല, നിങ്ങൾ കേക്ക്. അപ്പം യേശുവിനെ വിട്ടുപോയ എന്നെ കിട്ടുകയില്ല, ഒന്നും കിട്ടുകയില്ല. യേശു എന്തോ കൊണ്ടാ ചെന്നേ? ഈ യേശു രൂപാന്തര ശരീരത്തിലാണോ? യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റില്ലയോ? ഇപ്പൊ രൂപാന്തര ശരീരമല്ലയോ? ഹല്ലേലൂയ പറ. ഇപ്പൊ രൂപാന്തര ശരീരത്തിലാ യേശു. എന്തൊക്കെയുണ്ട്? തേനും മീനും. ഈ കോമ്പിനേഷൻ നമുക്ക് അറിയത്തില്ല. അത് നമ്മുടെ മൂവാറ്റൂടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായേ. പഴംപൂരിയും ബീഫും ലൈഫിലാ ഉണ്ടോ? ചെറുക്കം എൻ്റെ ദൈവമേ കിട്ടിയാ കൊള്ളായിരുന്നു. എടാ ഇന്നില്ല, ഇന്ന് കഞ്ഞിയേ ഉള്ളൂ. ഞാൻ മൂവാറ്റൂടെ പോയി കഴിച്ച കാര്യം പറയുക. അവൻ മറ്റവനോട് പറഞ്ഞു, എടാ ഇന്നിതുണ്ടോന്ന്.
എടാ പള്ളി വെച്ചിട്ട് ഞാൻ പഴംപൂരി ഒരു ദിവസം തരും. പഴംപൂരി ബീഫും തരും. നിങ്ങൾ കൈപൊക്കെ ഒരു ആമീൻ പറ. നിങ്ങൾ ആഞ്ഞ് പ്രാർത്ഥിച്ചോണം, പള്ളി വെക്കണം. എന്നാ പോരാട്ടോ, പൊരിഞ്ഞ് പോരാ. ഇന്ന് ഞായറാഴ്ചയല്ലയോ? കൈപൊക്കെ ഒരു ആമീൻ പറ. കണ്ട് കേക്ക്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരം പണിയാൻ വന്നാൽ ഗോപുരം എഴുന്നേക്കും. കൈപൊക്കെ ഒരു ആമയും പറഞ്ഞല്ലേ. പണിയാൻ വന്നാൽ ആര് വരും? അനേച്ച ഗോപുരം എഴുന്നേക്കും. പക്ഷെ ഗോപുരം ജയിക്കുവോ? ഇല്ല, നീ ജയിക്കും. ഞാനിത് പ്രവചനം പറയുവാ. നിനക്കെതിരെയുള്ള ശത്രു ജയിക്കത്തില്ല, നീ ജയിക്കും. ഇത് വെളിപ്പാടാ ഞാൻ പറയുന്നേ. എന്റെ അന്തരാത്മാവ് ഭയങ്കര ബോധ്യത്തോടെ പറയാ. ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ ജയിക്കാൻ പോവാ, ചില അമ്മമാര് ജയിക്കാൻ പോവാ, ചില അപ്പന്മാര് ജയിക്കാൻ പോവാ. ഈ പ്രദേശം നീ തോൽപ്പിച്ച് മുന്നേറാൻ നിന്റെ അകത്ത് ദൈവമാര് ബലം തരാൻ പോവാ. ഒരു കാര്യം പറയാം, നിങ്ങളിരുന്നേ. 1:35 നേരത്തെ പ്രസംഗിക്കാൻ കയറി, നേരത്തെ നിർത്തണമെന്ന് വിചാരിച്ചാ. നമ്മുടെ സമയം എത്ര മണി വരെയാ? 2:30 കൈവൊക്കെ ഒരു ആമയും പറഞ്ഞില്ല. വിഷമിക്കല്ലേ, ഞാനൊരു 15 മിനിറ്റ് എടുത്ത് പറഞ്ഞിട്ട് ഞാൻ പ്രസംഗം നടത്തും. നിങ്ങളെ ഒത്തിരി ഉണ്ടോ? ആ പുള്ളിയുടെ ആവേശമാണ്. ഒരു ആമയും പറഞ്ഞേരെ. ഒരു വയ്യാത്ത കൊച്ചിനെ ഉന്തിക്കൊണ്ട് വരുക ആരാധനയ്ക്ക്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ മാർക്കിടുന്നത് പ്രസംഗം കൊണ്ടല്ല, അല്ല, സഭാ വളർച്ചയ്ക്ക് അഭിഷേകം വേണം. ഒരാമീൻ പറ. അമ്മാമ ചുമ്മാ സഭ വളരത്തില്ല. ഇല്ലെന്ന് വളരുമോ? അങ്ങനെയാണ് ഇപ്പൊ ഇവിടുത്തെ എല്ലാം വളരത്തില്ലായിരുന്നു. വളരണേ കൃപ വേണം, വളരണേ ദൈവശക്തി വേണം. പിന്നെ ഒരു കാര്യം കൂടെ, സഭ പൊളിച്ചോണ്ട് പോകുന്നവനെ എഴുതിക്കോണം, അവൻ അഭിഷക്തനല്ല, കവളുടേനാ. സഭ പൊളിക്കത്തില്ല. നിങ്ങളോട് ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ട് പറയാം, എത്ര കുഴപ്പമുണ്ടെങ്കിലും ഞാൻ കൂടെ നിർത്തും കേട്ടോ. അത് ബൈബിൾ അങ്ങനെ പറഞ്ഞോണ്ടാ. യേശു യൂദായെ കൂടെ നിർത്തില്ലേ? യേശുവിന് അറിയത്തില്ലേ യൂദാ കള്ളനാന്ന്? യേശു പലപ്പോഴും പറഞ്ഞില്ലേ? യേശു പറഞ്ഞില്ലേ എൻ്റെ കൂടെ ഒരു കള്ളനുണ്ട്? യേശു പറഞ്ഞില്ലയോ? നമ്മൾ ബൈബിൾ വായിക്കണം. യേശു പറഞ്ഞു എൻ്റെ കൂടെ ഒരു കള്ളനുണ്ട്. യൂദാ പിണങ്ങിപ്പോയോ? വലിയ കള്ളന്മാര് പിണങ്ങി പോകത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വലിയ കള്ളന്മാര് പിണങ്ങി പോകത്തില്ല. ഇല്ല, ഈ കുഞ്ഞു കുഞ്ഞു കള്ളന്മാരാ പിണങ്ങി പോന്നേ. വലിയ കള്ളൻ നിന്റെ അടിവേര് മാന്താൻ കൂടിയിരിക്കുക. കൈവൊക്കെ ഒരു ആമയും പറഞ്ഞേരെ. മതി, മനസ്സിലായവർക്ക് സ്തോത്രം. വലിയ കള്ളം പിണങ്ങി പോകത്തില്ല. കൊച്ചു കൊച്ചു കള്ളന്മാരെ എന്തുവേലും പറയുമ്പോ അപ്പൊ പിന്നെ ഞാൻ പോവാന്ന് പറയും. അത് കൊച്ചു കള്ളനാ, പുള്ളി മൂത്തിട്ടില്ല, അതുകൊണ്ടാ. മൂത്ത കള്ളനുണ്ട്, പുള്ളി പോകത്തില്ല. യൂദാ പോയോ? യൂദാ 2 ആഴ്ച ലീവ് എടുത്തോ? ഇല്ല. അതെന്നാ പുള്ളി സ്വത്രം പറ. പുള്ളിയെ തൂങ്ങിച്ചാവാൻ വെച്ചേക്കുവാ. നിങ്ങൾ മിണ്ടുന്നില്ല. എന്തോന്ന് വെച്ചേക്കുവാ? തൂങ്ങിച്ചാവാൻ. ഈ യൂദായുടെ മരണത്തെക്കുറിച്ച് ഞാൻ യോസിഫസ് എഴുതിയൊരു ചരിത്രം ഒന്ന് വായിച്ചു കേട്ടോ. ഈ കയറിന് പോലെ സഹിച്ചില്ല യൂദായെ. കയറ് പൊട്ടിപ്പോയി. യഹൂദന്റെ അതായത് വല നെയ്യുന്ന കയറാ ഈ യൂദ ഉപയോഗിച്ചേ. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള കയറാ ഉപയോഗിച്ചേ. പക്ഷെ കയറ് പൊട്ടിപ്പോയി. ഈ യൂദ ഈ തൂങ്ങുമ്പം കാലാണോ തൂക്കുന്നേ? അല്ലല്ലോ, തലയല്ലേ. പക്ഷെ യൂദ തലയിടിച്ചാ വീണേ. എങ്ങനെ? തലയിടിച്ചു വീണ് കൊടല് നടുവേ പിളന്നുപോയി. അയ്യോ. അപ്പം ഈ 12 പേരുണ്ടായിരുന്നു. അതിലിപ്പോ എത്ര പേരുണ്ട്? 11. ആ 11 പേരിപ്പോ ഉണ്ടോ? ഇല്ല. എല്ലാരും എന്ത് ചെയ്യേ? എല്ലാരും ഇൻഡിപെൻഡന്റ് ആയിട്ട് മീൻ പിടിക്കാൻ പോയാ. ഇൻഡിപെൻഡന്റ് ആയിട്ട് മീൻ പിടിക്കാൻ പോയതാ. അപ്പൊ യേശു എന്താ എന്ന് ചോദിച്ചാൽ തേനും മീനും ഒക്കെ ആയിട്ട്, മോളെ ഒന്ന് വായിച്ചു തരും, ഇപ്പൊ ഒന്ന് വായിച്ചു തരുമേ. തേനും മീനുമായിട്ട് ആറ്റുകാരെ വന്ന് ഇവരെ കണ്ടു. കിട്ടിയോ ഫേവേ? അതുകൊണ്ട് ഇപ്പൊ വായിച്ച് കേൾപ്പിക്കുവേ. നിങ്ങൾ കണ്ടോണം. തേനും മീനുമായിട്ട് ആറിന്റെ കരയെ വന്നിട്ട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? വല്ലതും ഉണ്ടോ? ഉണ്ടോ? വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷ വന്ന ഒന്നുമില്ല. പക്ഷെ ദൂത് ദൈവം നിനക്ക് വല നിറച്ചു തരും. നിങ്ങൾ അതുണ്ടോന്നറിയാൻ വേണ്ടിയാ യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന്
എന്ന് ചോദിച്ചതിന് ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അടുത്ത വാക്ക്, പടകിന്റെ വലത്ത് ഭാഗത്ത് ഒരു ദൂത് കേട്ടോ, ഇല്ല എന്ന് പറഞ്ഞ നിന്നെ നിറയ്ക്കാൻ പോവാ ദൈവം. കൈ പൊക്കിയൊരാമീൻ പറയാ. നീ എന്ത് വിഷയമില്ലെന്ന് പറഞ്ഞോ, അത് ദൈവം നിനക്ക് നിറച്ചു തരാൻ പോകുകയാ. അത് നിന്റെ തലമുറയ്ക്ക് നിറച്ചു തരാൻ പോകുകയാ. അത് നിന്റെ കുടുംബത്തിന് നിറച്ചു തരാൻ പോകുകയാ. ഈ രാവിലെ ഒരു പ്രവചനം പോലെ പരിശുദ്ധാത്മാവ് സഭയോട് എന്ന് രാവിലെ ദൂത് പറയുക, അവൻ നിനക്ക് നിറച്ചു തരാൻ പോകുകയാ. മതി, സമയമില്ലാത്തിണ്ടാ കേട്ടോ. സമയം എനിക്ക് ഇത് കുറച്ചുകൂടെ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇവരെല്ലാം പിന്മാറിപ്പോയി. 11 പേരും പോയി. ശരിക്കും അന്ത്രയോസിനൊക്കെ പോണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. പത്രോസ് പറഞ്ഞു പോവാന്ന്. ആര് പറഞ്ഞു? പത്രോസ് പോവാന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടെ പോയി. പക്ഷെ ഒരു ദൂത് കർത്താവ് ഈ 11 പേരും തിരിച്ചു കൊണ്ടുവന്നോ. ചിലരെ വിളിച്ചാൽ അവർ വരും, ചിലർ വരത്തില്ല. വരുന്നവർക്ക് സ്തോത്രം. ഇനി ബാക്കിയൂടെ പറഞ്ഞ് ഞാൻ ഈ മെസ്സേജ് അവസാനം. എനിക്ക് 12-ാം അധ്യായത്തിനൊരു വാക്യം വായിച്ച്, മോളെ ഗലാത്യ ലേഖനം വായിച്ചില്ല കേട്ടോ, ഗലാത്യ ലേഖനത്തിൽ നിന്ന് വായിക്കേണ്ടിയാണ്. 4-ാമത്തെ വാക്യം കൂടെ വായിച്ച്, ഞങ്ങൾ ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. പറയാ അവിടെ, ഒരു നാഴിക പോലും ഞങ്ങൾ അവർക്ക് വഴങ്ങി. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. ഒരു ആമീൻ പറ. ഞാൻ ഒരു ദൂത് പറയാ, പുറത്തുനിന്നും അകത്തുനിന്നും പ്രതിസന്ധി വരുമ്പോ ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുക്കാത്ത എഫെസോസിലെ ദൈവമക്കൾക്ക്, ഗലാത്യയിലെ ദൈവമക്കളോട് പൗലോസ് പറയുക, ഒരു നാഴിക പോലും. കൈയൊന്ന് ഉയർത്തി ഒരു ആമീൻ പറയാ. ഈ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്തപ്പോ ഗലാത്യ സഭയ്ക്ക് പൗലോസ് എഴുതി, ഞങ്ങൾ ഒരു നാഴിക പോലും, ഇത് വായിച്ചോണം കേട്ടോ, ഒരു നാഴിക പോലും അവർക്ക് വഴങ്ങരുത്. ഒരു നാഴിക പോലും ഞങ്ങൾ അവർക്ക് വഴങ്ങിക്കൊടുത്തില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ മുറി 2 കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ പുതിയ നിയമം ആവർത്തിക്കപ്പെടും. കരമുയർത്തിയ ഒരാമീൻ പറ. നമ്മുടെ ഇന്ത്യയിൽ ഒരു ഉണർവുണ്ടാകും. നമ്മുടെ രാജ്യം ഒരു ഉണർവ് കാണും. അപ്പോസ്തലന്മാരുടെ പ്രവചനങ്ങൾ നമ്മുടെ നാടിനകത്തുണ്ട്. നിങ്ങൾ ഒരു 2 കാര്യം കേട്ടോണം. 2 കാര്യം. അതായത് നിങ്ങൾ ഒത്തിരി പേര് ഇവിടെ ബിസിനസ് ചെയ്യാനുണ്ട്. അതിൽ ചില ആളുകൾ വിജയിക്കും, ചില ആളുകൾ അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതവിടെ നിയോഗ. അതവരുടെ, ഞാനിപ്പോ ഈ വിജയിച്ച ആളുകളെ ഇവിടുന്ന് ചീത്ത വിളിച്ചാലും എന്നാ ചെയ്താലും ദൈവം അവരെ വിജയിപ്പിച്ച. ഈ ശിഷ്യന്മാർ ഒത്തിരി പേരുണ്ട്, 12 പേരുണ്ട്. അതിൽ ആടെ പേരെ പറഞ്ഞുള്ളൂ, 1 മുതൽ 12 വരെ. ആടെ പേരാ നിങ്ങൾ മറന്നില്ല, പത്രോസിന്റെ പേര്. 13 മുതൽ 28-ാം അധ്യായം വരെ ഒത്തിരി അപ്പോസ്തലന്മാരുണ്ട്. ആടെ പേര് ബൈബിൾ ഫോക്കസ് ചെയ്തു, പൗലോസിന്റെ അല്ലേ. ഇത് ബൈബിളിന്റെ സിസ്റ്റം. ദൈവത്തിന്റെ കൊറിയൽ ഉണർവിന് യോങ്ങിച്ചോയ മതി. യോങ്ങിച്ചോടെ പ്രസംഗം കൊള്ളത്തില്ല, പക്ഷെ യോങ്ങിച്ചോയ മതി. ആമീൻ പറ. നമ്മള് അതുപോലെ ഒക്കുന്നില്ലേലും യോങ്ങിച്ചോയ മതി. കൈപൊക്കി ഒരു ആമീൻ പറഞ്ഞേര്. അങ്ങനെ ജല്ല് പറയത്തില്ലയോ, അതുപോലെ ഒത്തില്ലെന്ന്. സാരമില്ല, എന്നാലും ദൈവത്തിന് യോങ്ങിച്ചോയ മതി. ഞാൻ ഈ കോട്ടയത്ത് യോങ്ങിച്ചോടെ പ്രസംഗം കേൾക്കാൻ പോയിരുന്നിട്ട് ഞാൻ വിചാരിച്ചു, ഞങ്ങളുടെ കേരളത്തിൽ ഇതിനേക്കാൾ അടിപൊളി പ്രസംഗിക്കുന്നവരുണ്ട്. പക്ഷേ എത്ര പ്രസംഗിച്ചിട്ടും 10 പേരേ ഉള്ളൂ. സ്വോത്രം പറഞ്ഞില്ല. അങ്ങേർക്ക് പ്രസംഗമൊന്നുമില്ല, പക്ഷെ 5 ലക്ഷം പേര് സഭയിലുണ്ട്. കൈവക്ക് ഒരു ആമയും പറഞ്ഞേ. ലോകത്തിലെ ഏറ്റവും വലിയ സഭ യോങ്ങിച്ചോടെയാ. ലോകത്തിലെ ഏറ്റവും വലിയ സഭ ഇന്നിപ്പോ എത്ര ലക്ഷം പേരുണ്ട്? നിങ്ങളെ കൊള്ളത്തില്ല. എത്ര ലക്ഷം പേരുണ്ട്? 8 ലക്ഷം വരെ ഞങ്ങൾ എണ്ണിയിട്ടുണ്ട്. ഒരാമയും പറ. എല്ലാവരും പറഞ്ഞാന്ന്. എന്തിന് തെറ്റുണ്ടെങ്കിൽ അതിനാ. ഞാൻ പറഞ്ഞല്ല, 8 ലക്ഷം വരെ ഉണ്ടെന്ന് ജിനു പറഞ്ഞ. ഞാൻ എടുത്തു പറയുന്ന അല്ല. ഇനി എൻ്റെ പുറത്ത് ഉടത്ത് കയറും. 8 ലക്ഷത്തിൽ കൂടുതലുണ്ട്. 8 ലക്ഷം വരെ ഉണ്ടായിരുന്നു. എത്ര പേരുണ്ട്?
വലിയ പ്രസംഗമൊന്നുമില്ല. പുള്ളി ഒരു പ്രാവശ്യം അവർക്ക് മോർണിംഗ് പ്രെയർ ഉണ്ട് കേട്ടോ, വെളുപ്പിന് 5 മണിക്ക് പ്രാർത്ഥനയുണ്ട്. ഞാൻ പുള്ളിയുടെ ജീവചരിത്രം ആദ്യം വായിച്ചേ. പുള്ളിക്കാരന് ഈ രാത്രി ക്ഷീണമൊക്കെ, പുള്ളിക്കാരന് TB രോഗം ഉണ്ടായിരുന്നേ. ഒരു ദിവസം ഈ അമ്മായിയമ്മയാണ് പുള്ളിക്കാരനെ ട്രാക്ട് കൊടുത്ത് ബുദ്ധിസ്റ്റായിരുന്നു, രക്ഷിക്കപ്പെടുത്തി വന്നേ. പുള്ളിക്കാരനൊരു രാവിലെ വന്ന് 5 മണിക്കത്തെ യോഗം നടത്തുക, പക്ഷേ പാനിടാൻ മറന്നുപോയി. സ്തോത്രമൊക്കെ പോയ പോക്കണ്ടല്ലേ. പുള്ളി ബർമൂഡ ഇട്ടിട്ടുണ്ട്, പാൻറ്റിട്ടില്ല. എന്താ ബർമൂഡ പാൻറ്റിട്ടില്ല. എല്ലാരും പുള്ളിയെ നോക്കിയിരിക്കുക. പുള്ളി പറഞ്ഞ് കണ്ണടയ്ക്കാം, ആരും അടയ്ക്കുന്നില്ല. പുള്ളിയുടെ ജീവചരിത്രം ഞാൻ വായിച്ച വാസ്തു അതിനകത്ത് എഴുതിയിട്ടുണ്ട്, കണ്ണടയ്ക്കാം, ആരും കണ്ണടയ്ക്കുന്നില്ല. അമ്മായിയമ്മ അവിടെ നിന്ന് കണ്ണ് കാണിക്കുക. പുള്ളി അവിടെ നിന്ന് കണ്ണടച്ച് ഭയങ്കര പ്രാർത്ഥനയാ. 6 മണിക്ക് ഇറങ്ങിയപ്പോഴാ പുള്ളി താഴ്ത്തു നോക്കുന്നത്. ഇത് വായിച്ചിട്ടുള്ളവരുണ്ട് ഇവിടെ, ഇല്ലയോ? ഇപ്പൊ എത്ര പേരുണ്ട്? കറക്റ്റായിട്ട് അവർ നോക്കി പറഞ്ഞിട്ടുണ്ട്. 8,30,000 പേര് ഒരു സഭയിലുണ്ട്. പ്രസംഗം കൊള്ളത്തില്ല. അതെന്നാ അഭിഷേകം, അതെന്നാ നിയോഗം. ഞാന് പരിശുദ്ധാത്മാവിൽ പറയുക, നമ്മുടെ കേരളം അങ്ങൊരു നിയോഗം കാണും. ഡോക്ടർ സതീഷ് കുമാറിന്റെ ചർച്ചിൽ 1,00,000 പേര് അടുപ്പിച്ചിട്ടുണ്ട് ഒരാരാധനയിൽ, അല്ലേ? ഒരാരാധനയിൽ 1,00,000 പേര് അടുപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കൊതിയാ അങ്ങനെ സഭ വേണമെന്ന്. എൻ്റെ പ്രാർത്ഥനയാ, എൻ്റെ ഡെയിലിയുള്ള 5 മണിക്കൂറത്തെ പ്രാർത്ഥന ഞാൻ ഒറ്റ കാര്യമേ പ്രാർത്ഥിക്കത്തുള്ളൂ. കർത്താവേ, അങ്ങനൊരു സഭ വേണം. 1000കണക്കിന് വിശ്വസ്തരായ കർത്തൃദാസന്മാരെ എഴുന്നേൽപ്പിക്കണേ. അങ്ങനൊരു പ്രാർത്ഥനയാ എൻ്റെ അകത്തു കിടക്കുന്നേ. ഞാൻ ഇന്ന് രാവിലെ തൂത് പറയുക, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിൽ അത്ര ദൈവം പകർന്നിരിക്കുന്നത്. നിങ്ങളുടെ കൈ ഒന്ന് ഉയർത്തി ഒരാമീൻ പറഞ്ഞേ. പ്രിയരെ, ഇന്നലെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആവർത്തിച്ചെന്റെ ഞാൻ ശരിക്കും 12-ാം അധ്യായത്തിൽ നിന്നൊരു വാക്യമൊക്കെ എടുത്തുകൊണ്ട് വന്ന, പക്ഷെ പരിശുദ്ധാത്മാവിന് ഇങ്ങനെ പറയാനാ പ്രസാദം തോന്നിയേ. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി വായിക്കണം. ഒക്കുമെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് ഞാൻ ഈ മാസം മുഴുവൻ അപ്പോസ്തലപ്രവൃത്തി നിന്നായിരിക്കും പ്രസംഗിക്കുന്നത്. ഇതിന്റെ ചരിത്രം, ഇതിന് നിങ്ങൾക്ക് വേണ്ടി ആത്മിക ദൂത്, എങ്ങനെയാണ് സഭ വന്നത്. നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാം, സഭ പ്രശ്നമില്ലാതെ വളർന്നിട്ടില്ല. പ്രശ്നം സഭയ്ക്ക് നേരിട്ടപ്പോഴാ സഭ വളർന്നേ. സഭയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ടാ സഭ ഭയങ്കരമായിട്ട് വളർന്നേ. പരിശുദ്ധാത്മാവിന്റെ, ഇനി ഒരു കാര്യം കൂടെ, യേശുവിന്റെ കാലത്ത് ഈ ആളുകൾ കൂടി എന്നാ കൂടിയേ? പ്രസംഗമായിരുന്നോ? അല്ല, അതിനേക്കാൾ അടിപൊളി പ്രസംഗം ഗമാലിയലെ പള്ളിയിലുണ്ട്. രാമീൻ പറ. ഗമാലിയലിന്റെ ഈ യേശുവിന്റെ പ്രസംഗമല്ല, അത്ഭുതം ഉണ്ടായിരുന്നു. എന്നാ സഭ വളരണേ, അത്ഭുതം ഉണ്ടാവണം. ഞാൻ ഈ പ്രവർത്തികളുടെ പുസ്തകം പഠിപ്പിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. 5 കാര്യങ്ങൾ ഒരുമിച്ച് സഭയെ നടന്നിരുന്നു. ഇന്ന് രാവിലെ ചില അത്ഭുതങ്ങൾ നടക്കും. ഞാനെന്താ വെളിപ്പാട് കാണുന്നറിയോ? ചില മക്കൾക്ക് വേണ്ടി വേഗത്തിൽ ചില പ്രവർത്തികൾ ഇന്ന് രാവിലെ നടക്കാൻ പോകുകയാ. വേഗത്തിൽ ചില പ്രവർത്തികൾ. നിങ്ങൾ ആ വാക്കൊന്ന് കൈയടിച്ച് സ്വീകരിച്ച്, വേഗത്തിൽ ചില പ്രവർത്തികൾ, വേഗത്തിൽ ചില പ്രവർത്തികൾ ഇന്ന് രാവിലെ നടക്കാൻ പോകുകയാ.